ഞങ്ങളുടെ പ്രിയ പിതാവേ, हमारा स्वर्गीय पिता, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. मेरे पवित्र नाम को धन्य हो। പരിശുദ്ധാത്മാവിന്റെ എല്ലാ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. प्रभु आपका हर मदद मांगते हैं। ആത്മാവ് കടന്നു വരണമേ. आत्मा यहाँ पर मौजूद हो। പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. पवित्र आत्मा से हमें भरने पाए। വചനത്തിന്റെ വാതിലുകളെ തുറക്കണമേ. वचन का दरवाजों को खोले। അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെടണം. ये केवल यीशु का नाम ऊंचा होने पाए। യേശുവിൻ നാമത്തിൽ തന്നെ यीशु मसीह के नाम से ദയവായിരുന്നാട്ടെ. सब लोग बैठ जाइए। നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. एक अति प्रधान भाग में हम जा रहा है। പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദേവദാസന്മാര്, മിഷണറിമാര്, സുവിശേഷകര്, കർത്താവിന്റെ വേലയിൽ അധ്വാനം ചെയ്യുന്ന എല്ലാവർക്കും ഈ ദൂതുകളെല്ലാം അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. मैं भी इस प्रकार विश्वास करता हूँ, प्रभु का सेवा का क्षेत्र में काम करने वाला और मेहनत करने वाला सारे प्रभु का दास दासी लोगों को यहाँ पर हम सुन रहे थे, हर एक वचन बहुत लाभदायक है। പാസ്റ്റർ സിബി തോമസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതിന് ആരംഭം ഇട്ടു. प्रभु का दास पास्टर सिबी थॉमस के द्वारा एक आशीष से भरा हुआ वचन हमारे बीच में बताया गया। അതിൽ നിന്ന് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനല്ല, അതിനോട് ചേർന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. उसी वचन के साथ ही साथ और कुछ बात आपके सामने रखना चाहता हूँ। നാം ഇന്നലെ തുടങ്ങി വെച്ചത് നിങ്ങളുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം എത്രമാത്രമുണ്ട്, അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. कल हमने इस प्रकार शुरू करके रखा था कि हमारा सेवागाई में पवित्रता कितना महत्वपूर्ण है। പരിശുദ്ധാത്മാവിന്റെ സഹായവും സാന്നിധ്യമില്ലാതെ നിങ്ങൾക്കൊരു വിജയകരമായ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ല. यदि पवित्र आत्मा का मदद हमारे बीच में नहीं है तो हम विजयी मसीही सेवागाई कर नहीं पाते हैं। കർത്താവായ യേശുക്രിസ്തു പോലും പറഞ്ഞത് ഞാൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം നിങ്ങൾക്ക് നൽകുമെന്നാണ്. प्रभु ने भी इस प्रकार कहा, मैं कितना अधिक पवित्र आत्मा आपको दूंगा। ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. आत्मा कभी गिन कर नहीं देता है। വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് ആത്മ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. जो विश्वास करते हैं उनका दिल के अंदर जैसा वचन बोलते हैं उसके आधार पर पवित्र आत्मा का नदियां बहे। പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു. पवित्र आत्मा जब तुम पर आओगे तब सामर्थ्य पाओगे करके बताया। ജീവിപ്പിക്കുന്നത് ആത്മാവാണെന്ന് നമ്മൾ പറഞ്ഞത്. आत्मा हमें जिलाता है। മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജീവിപ്പിക്കുന്നത് ആത്മാവ് മാത്രമാണ്. हमारा शरीर हमारा देह किसी का काम का नहीं होता है, आत्मा से ही सब होता है। അതുകൊണ്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ് പരിശുദ്ധാത്മാവ്. इसलिए जीवन का और आत्मा का नियम है पवित्र आत्मा। ബൈബിൾ പറയുന്നു കർത്താവ് ആത്മാവാകുന്നു. वचन इस प्रकार कहते हैं परमेश्वर आत्मा है। ആ കർത്താവുമായി പറ്റിച്ചേർന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. वो उनके साथ जो जुड़े हैं उनके साथ एक ही आत्मा में बन गए हैं। അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഒന്നാം മനുഷ്യന് ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. और प्रेरित पौलुस इस प्रकार कहते हैं सबसे पहला मनुष्य आदम जीवन पाया देही बन गई। പക്ഷെ ഒടുക്കത്തെ ആദാം ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. लेकिन अंतिम आदम जो जीवन देने वाला आत्मा बन गया है। പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. पवित्र आत्मा जीवन देने वाला जिलाने वाला आत्मा है। ഈ പകൽക്കാലം നിങ്ങളുടെ ശുശ്രൂഷയുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടർ ആണ്. और हमारे जीवन में सेवागाई का बदलाव पवित्र आत्मा के साथ होते हुए मुलाकात है। നിങ്ങൾ എത്ര നാൾ വേണമെങ്കിലും സാധാരണക്കാരായി തുടരാം, ആരും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. जितना भी साल आपको साधारण व्यक्ति जैसा आगे बढ़ना है, कोई आपको डिस्टर्ब नहीं करेगा। ചെറിയ പ്രാർത്ഥന, ചെറിയ കൂട്ടായ്മ, ചെറിയ അഭിഷേകം, ചെറിയ സഭ, छोटा अभिषेक, छोटा झुंड, छोटा कलीसिया, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. किसी प्रकार का बदलाव नहीं। രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നില്ല. और छुटकारा और चंगाई नहीं ശുശ്രൂഷ होता। വിടുതലുകൾ സംഭവിക്കുന്നില്ല. सेवागाई में छुटकारा नहीं होता। വീര്യപ്രവൃത്തികൾ നിങ്ങൾ പ്രവേശിക്കുന്നില്ല. अद्भुत कार्य तो नहीं होता है। അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവിന്റെ നാമത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. अद्भुत और चिन्ह चमत्कार के द्वारा परमेश्वर का नाम को प्रकट कर नहीं पाता है। നിങ്ങൾക്ക് എന്തൊക്കെയോ ശുശ്രൂഷയുടെ പേരിൽ നിങ്ങൾ ചെയ്യുന്നവരാണ്. और इसी प्रकार का और छोटे छोटे सेवकाई आपको करते പക്ഷെ हैं। അതൊക്കെ ഒരു പ്രോഗ്രാമാണ്. लेकिन ये सारे एक प्रोग्राम അതൊക്കെ ഒരു കാര്യപരിപാടിയാണ്. वो कुछ कार्यक्रम बन गए हैं അതൊക്കെ മതത്തിന്റെ റിച്വൽ പാറ്റേൺ ആണ്. जो धार्मिकता के अनुसार होते हुए और कार्यक्रम बन गए പക്ഷെ हैं। അതിന്റെ മീതിയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. लेकिन उससे ऊपर पवित्र आत्मा का अभिषेक, അതിന്റെ മീതിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്. और उसके लिए एक अभिषेक का सामर्थ्य आपके ऊपर प्रकट होना है। പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ നിങ്ങൾ പോകരുത്. पवित्र आत्मा का शक्ति बिना यहाँ से नहीं जाना है। പണം ലഭിച്ചിട്ട് പോകാനല്ല പറഞ്ഞത്. और पैसा मिलकर जाने के लिए नहीं है। സ്പോൺസറിനെ കണ്ടുപിടിച്ചിട്ട് പോകാനല്ല പറഞ്ഞത്. और सपोर्ट करने वालों लोगों को मिलकर जाने के लिए नहीं है। ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നിങ്ങൾ അപ്പീൽ അയച്ചിട്ട് നിങ്ങൾ ഫീൽഡിൽ പോകാനല്ല പറഞ്ഞത്. किसी संस्थाओं को चिट्ठी लिखकर जाने के लिए नहीं बोला। പരിശുദ്ധാത്മാവിനെ ലഭിക്കാതെ നിങ്ങൾ പോകരുത്. पवित्र आत्मा का नाम मिलते हुए यहाँ से नहीं जाना। ഈ അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. और प्रेरितों का काम जो और पवित्र आत्मा का काम है। ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു, मैंने कल इस प्रकार कहा, പിതാവ് യേശുവിനെ വെളിപ്പെടുത്തുന്നു. जो पिता पुत्र को प्रकट करते हैं, പുത്രൻ പറഞ്ഞു ഞാൻ
എന്നെ നിങ്ങൾ ഉയർത്തിയാൽ ഞാൻ എന്നെ വെളിപ്പെടുത്തും. जो पुत्र इस प्रकार कहते हैं मुझे ऊंचा करो मैं पिता को प्रकट അതേ करूंगा പുത്രൻ പറഞ്ഞത് പരിശുദ്ധാത്മാവും എന്നെ വെളിപ്പെടുത്തും. और वही पुत्र कहते हैं पवित्र आत्मा भी मुझे प्रकट പിതാവ് करता है പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തി മാത്രം ഉയർത്തുന്നു, അത് കർത്താവായ യേശുവാണ്. पिता पुत्र पवित्र आत्मा केवल एक ही व्यक्ति को ऊंचा करते हैं, वो हमारा यीशु है ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സ്വന്തം ശക്തിയല്ല, सेवकाई हमारा अपने आप से सामर्थ्य नहीं, കഴിവിലും ബലത്തിലുമല്ല ശുശ്രൂഷ, हमारा कुबियत में हमारे सामर्थ्य में नहीं, നിങ്ങളുടെ ബുദ്ധിയിലും അറിവിലുമല്ല ശുശ്രൂഷ. हमारा बुद्धि और ज्ञान से नहीं, ഇത് ഭാരമാണ്, ये बोझ है, ഇതൊരു വേദനയാണ്. ये वेदना है, ഇത് എന്ത് ഭാരമാണ്? ആത്മാക്കളെ കുറിച്ച് ഭാരമാണ്. आत्मा के बारे में एक दर्द है പൗലോസ് പറയുന്നത് പ്രസവ വേദനയാണ്. और पौलुस इस प्रकार कहते हैं एक गर्भवती का और ये वेदना है, ഇത് മനസ്സിന് വേണ്ടി ശുശ്രൂഷയാണ്. ये दया का शुश्रूषा है, ഇത് കർത്താവിന് പ്രാപിക്കുന്ന ശുശ്രൂഷയാണ്. परमेश्वर से पाकर करने वाला सेवकाई है, കർത്താവ് നിങ്ങൾ കൂടി ചെയ്യുന്നതാണ് ശുശ്രൂഷ. परमेश्वर हमारे द्वारा करता है सब सेवकाई, നിങ്ങൾ ചെയ്ത് കൂട്ടുന്നതല്ല ശുശ്രൂഷ, हम जो कुछ करते हैं वो नहीं है, കർത്താവ് നിങ്ങളിൽ കൂടി ചെയ്യുന്നതാണ് ശുശ്രൂഷ. हमारे द्वारा करवाते हैं वही सेवकाई, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സഹകരിക്കണം. इसलिए पवित्र आत्मा के साथ जुड़ना നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. हमारा जीवन में पवित्र आत्मा का जरूरत അതിന്റെ है കൃപാവരങ്ങളെയാണ് നിങ്ങൾക്ക് और ആവശ്യമായിരിക്കുന്നത്. वरदानों का जरूरत है, ആത്മശക്തിയാണ് നിങ്ങൾക്ക് आत्मा ആവശ്യമായിരിക്കുന്നത്. का भरपूरी का जरूरत है, വചനത്തിന്റെ വെളിപ്പാടാണ് നിങ്ങൾക്ക് वचन का ആവശ്യമായിരിക്കുന്നത്. प्रकाशन का जरूरत है, ഹല്ലേലൂയ. हालेलुया। വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, पवित्र शास्त्र कहते हैं ആത്മാവിനെ കെടുക്കരുത്, आत्मा को तुच्छ नहीं जाना, ആത്മാവിനെ കെടുക്കരുത്, आत्मा को बुझाना नहीं, ആത്മാവിനെ കെടുക്കരുത്, आत्मा को बुझाना नहीं, പരിശുദ്ധാത്മാവിന്റെ വ്യാജം കാണിക്കരുത്, पवित्र आत्मा को झूठ नहीं करना, പരിശുദ്ധാത്മാവിന്റെ വ്യാജം കാണിക്കരുത്, पवित्र आत्मा से झूठ नहीं करना, പരിശുദ്ധാത്മാവിനെ ദുഷിക്കരുത്, पवित्र आत्मा को तुच्छ नहीं जाना, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കരുത്, जो कृपा का आत्मा को निंदा नहीं करना, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കരുത്. कृपा का आत्मा को निंदा नहीं करना, വീണ്ടും പൗലോസ് പറയുന്നു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, पवित्र आत्मा को दुख नहीं देना, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, पवित्र आत्मा को दुख नहीं देना, പരിശുദ്ധാത്മാവിന്റെ വ്യാജം കാണിക്കരുത്, पवित्र आत्मा से कपट नहीं करना, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കരുത്. कृपा का आत्मा को निंदा नहीं करना, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। Do not quench the Holy Spirit. പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയരുത്. पवित्र आत्मा को बुझाना नहीं। ഇതെന്താണ് ആത്മലോകത്തിലെ സംഭവങ്ങൾ? आत्मा दुनिया में क्या क्या होता है? അല്പം അന്യഭാഷയും കൃപാവരവും ആത്മീയ ജ്വലനയും ഉള്ളവനെ എല്ലാം കെടുത്തും. थोड़ा जो कुछ है आत्मा का वरदान अन्य भाषा जिसके पास है उसको बुझाता है। ഇത്രയും ഭാഷ പറയണോ, ഇത്രയും അന്യഭാഷ പറയണോ? इतना बोलना है क्या? ഇത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? आपको समझ भी आ रहा है? ബുദ്ധി കൊണ്ട് പറഞ്ഞാൽ പോരായോ? केवल हमारा बुद्धि से कह सकते हैं? പ്രവാചക അഭിഷേകത്തെ വെട്ടും. वो जो भविष्यवक्ता का अभिषेक का खत्म करते हैं, പ്രവാചക തലമുറ എഴുന്നേറ്റ് വരാതിരിക്കാൻ വേണ്ടി അതിനെ എല്ലാം വേരോട് വെട്ടിക്കളയും. भविष्यवक्ता का पीढ़ी खड़ा नहीं होना है इसलिए उसका जड़ को निकाल देता പ്രവാചക है അഭിഷേകത്തെ ശുശ്രൂഷ അംഗീകരിക്കത്തില്ല. और उसी प्रकार का सेवकाई को अंगीकार नहीं करता है। എന്താ സംഭവിച്ചത്? क्या हुआ? സഭകളുള്ള ആത്മീയ ജ്വലനങ്ങൾ നഷ്ടപ്പെട്ടു. कलीसिया के अंदर से आत्मा का ज्वलन जो ज्वाला खत्म हो गई നാം രോഗശാന്തിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. और चंगाई के बारे में बताता ही नहीं നാം രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന പോലും ഇല്ല. और चंगाई का सेवकाई में विश्वास भी नहीं करता है। അത്ഭുത ദൈവിക വിടുതലെ കുറിച്ച് നാം ഒരു സാക്ഷ്യം പറയുന്നില്ല. चिन्ह चमत्कार और वीर्य कामों के बारे में हम गवाही नहीं बोलता है। സഭാ വളർച്ച കുറിച്ചപ്പോൾ നമുക്ക് കാഴ്ചപ്പാടുകൾ ഇല്ല. और कलीसिया का बढ़ोतरी के बारे में हमारा दृष्टिकोण नहीं है। അപ്പോസ്തല അതോറിറ്റി സഭയിൽ നിന്ന് പോയി. അപ്പോസ്തല അതോറിറ്റി और प्रेरितों का अधिकार कलीसिया से निकल गए हैं, പ്രൊഫറ്റിക് കട്ടിംഗ് സഭയ്ക്ക് നിന്ന് മാറിപ്പോയി. जो भविष्यवक्ता का अधिकार चले गए हैं, ഇവാഞ്ചലിസ്റ്റ് സീൽ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. जो हमारा सुवार्थिक का बोझ हमारा कलीसिया से निकल गए, പാസ്റ്ററൽ ഭാഷൺ സഭയ്ക്ക് ഇല്ലാതെ പോയി. जो सेवक का और पास्टर का बोझ कलीसिया से निकल गई है, ടീച്ചറൽ ക്ലാരിറ്റി സഭയിൽ നിന്ന് ഇല്ലാതായി പോയി. जो शिक्षक का और गुण हमारा कलीसिया से निकल गई है। ഞാൻ നഷ്ടങ്ങൾ എന്തൊക്കെ സംഭവിച്ചെന്ന് പറയാൻ വന്നതല്ല. केवल नष्ट क्या क्या नष्ट हो गया वो बताने के लिए नहीं आया ഇത് हूं। നഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ല. जो केवल नष्ट बोलकर बढ़ने वाला समय नहीं ഇത് है, യഥാസ്ഥാപനത്തിന്റെ നാളുകളാണ്. ये मेल मिला का एक समय है। ഇത് എന്തൊക്കെ സഭയ്ക്ക് നഷ്ടപ്പെട്ടോ जो कुछ हमारा नष्ट हो गया അതെല്ലാം തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങളാണ്. वो सारे बात वापस लेने का समय है, ഇത് നവീകരണത്തിന്റെ കാലമാണ്. एक नवीकरण का समय है ദൈവസഭയെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. और कलीसिया में नवीकरण हो रहा है, ആ ദൈവസഭയെ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. कलीसिया में नवीकरण हो रहा है। വചനത്തിന്റെ വെളിപ്പാടിലേക്ക് സഭ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. वचन का प्रकाशन की ओर कलीसिया वापस आता है। പാരമ്പര്യങ്ങളിൽ നിന്ന് നിയമവാദങ്ങളിൽ നിന്ന് സഭ കൃപയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. जो परंपरागत से होते हैं हर प्रकार का संस्कृति छोड़कर कलीसिया वापस आता है। ബുദ്ധിയുടെ പ്രമാണത്തിൽ നിന്ന് സഭ കൃപയുടെ ആത്മാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. बुद्धि का नियम छोड़कर कलीसिया आत्मा का नियम के अंदर वापस आता है। വിശ്വസിക്കുന്ന ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തോട്ടെ. विश्वास करने वाला मिलकर परमेश्वर को धन्यवाद करें। എന്താണ് സഭയ്ക്ക് നഷ്ടപ്പെട്ടത്? कलीसिया में क्या नष्ट हो गया? സഭയ്ക്ക്
5 കൂട്ടക്കാരകൾ നഷ്ടപ്പെട്ടു. 5 प्रकार का बात कलीसिया से नष्ट हो അപ്പോസ്തല गया. അധികാര സഭയ്ക്ക് പോയി. जो प्रेरितों का अधिकार कलीसिया से नष्ट സഭയ്ക്ക് हो गया. അപ്പോസ്തല അധികാരം പോയി. और प्रेरितों का अधिकार. പത്രോസ് യോഹന്നാനെ പറഞ്ഞു ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. पत्रोस और यूहन्ना कहा मुझ हमसे देखो, ഞങ്ങളെ हमें देखो, സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. हमें देखो. നിന്റെ നരിയാണി ഉറയ്ക്കുവാൻ ഞങ്ങൾ മാത്രം മതി. तुम्हारा कमर बल पाने के लिए हमारा सामर्थ्य നീ काफी ഞങ്ങളെ है. നോക്കാൻ പറഞ്ഞു. हमें देखो. അപ്പോസ്തല അധികാരമുള്ള അഭിഷിക്തന്മാരെ നോക്കാൻ പറഞ്ഞു. जो अपोस्तल प्रेरितों का अधिकार से रहने वाला लोगों को देखो. ഇന്നെന്താണ് ഞാൻ പറഞ്ഞത് എന്നെ നോക്കരുതെന്ന്? आज मैं कहता मुझे ना देखो, നിങ്ങൾ ക്രിസ്തുവിനെ നോക്കാനാ പറയുന്നത്. मसीह को देखो. അതിന് ഇനി ആവശ്യമില്ല. उसका जरूरत नहीं है. ക്രിസ്തുവിന് പകരം ഇവിടെ ഞാനുണ്ട്. और मसीह का बदले में यहाँ पर खड़ा हूँ. ഒരാൾ എന്റെ സഭയിൽ വന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, और एक व्यक्ति मेरे कलीसिया में आकर सबसे पहले इस प्रकार सवाल ഈ उठाया, സഭയിൽ എന്റെ സ്ഥാനം എന്താണെന്ന്. इस कलीसिया में मेरा जगह क्या है, ഈ സഭയിൽ എന്റെ സ്ഥാനം എന്താണ്? मेरा पद क्या है इस कलीसिया ഞാൻ में. പറഞ്ഞു നിങ്ങളുടെ സ്ഥാനം കർത്താവ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. मैंने इस प्रकार कहा तुम्हारा നിങ്ങളുടെ जगह സ്ഥാനം प्रभु ने उठा ഒരു लिया. പാപിയുടെ സ്ഥാനമായിരുന്നു. और केवल एक पापी का जगह था. നിങ്ങളുടെ പാപത്തോട് യേശു മരിച്ചു. उस पाप के लिए यीशु मसीह जान ഇനി दिया है. ഒറ്റ സ്ഥാനമേ ഈ സഭയിലുള്ളൂ. अभी केवल एक ही जगह है. നിങ്ങളുടെ സ്ഥാനത്തെ യേശുവിന് വേണ്ടി ജീവിക്കുക. तुम्हारा जगह में यीशु के लिए जीना. നിങ്ങളുടെ സ്ഥാനം യേശു കാൽവരിയിൽ എടുത്തു. तुम्हारा जगह यीशु कालवरी पर उठा ഇനി लिया. യേശുവിന്റെ സ്ഥാനത്ത് നിങ്ങൾ ജീവിക്കുക. यीशु का जगह पर तुम खड़ा रहना. പൗലോസ് പറയുന്നു ഇനി ഞാനില്ല, യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത്. पौलुस कहता है अभी मैं नहीं हूँ, यीशु मसीह मुझ पर जीता है. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു അവൻ വളരണം ഞാനോ കുറയണം. यूहन्ना ने कहा मैं तो घटना है और वह तो बढ़ना है. ഇനി നിങ്ങളിൽ കൂടി യേശു പുറത്തു വരണം. अभी आपसे द्वारा यीशु मसीह ഭാരതം बाहर आना. യേശുവിനെ കാണട്ടെ. भारत मसीह को देखने ഭാരതം पाए. യേശുവിനെ കാണട്ടെ. भारत मसीह को देखने ഭാരതം पाए. യേശുവിൽ കൂടി നിങ്ങളെ കാണട്ടെ. भारत मसीह आपके द्वारा मसीह को സോറി, देखने पाए. ഭാരതം നിങ്ങളിൽ കൂടി യേശുവിനെ കാണട്ടെ. भारत आपके द्वारा मसीह को देखने पाए. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നു, इसलिए पौलुस कहते ഞാൻ हैं ക്രിസ്തുവിന് അനുകാരിയായിരിക്കുന്നത് പോലെ मैं जैसा मसीह का अनुकरण करता हूँ നിങ്ങൾ എന്റെ അനുകാരിയാവീൻ. तुम भी मुझे अनुकरण करो. യേശുവിനെ നോക്കാനല്ല പറഞ്ഞത്, यीशु को देखने के लिए नहीं बोला, നിങ്ങൾ എന്നെ നോക്കാനാണ് പറഞ്ഞത്. मुझे देखो. ഒരു പുതിയ തലമുറ പുറത്തു വരാൻ പോകുകയാണ്. एक नया पीढ़ी बाहर आने का ഒരു समय है. അഭിഷിക്ത തലമുറ എഴുന്നേൽക്കാൻ പോകുകയാണ്. एक अभिषिक्त पीढ़ी बाहर आने का समय है. പരിശുദ്ധാത്മാവിനെ പാപം ചെയ്യാത്ത, जो पवित्र आत्मा से दुख नहीं देता, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കാത്ത, जो कृपा का आत्मा को निंदा नहीं देता, ആത്മാവിനെ കെടുത്തി കളയാത്ത, आत्मा को ना बुझाता, പരിശുദ്ധാത്മാവിനെ വ്യാജം കാണിക്കാത്ത पवित्र आत्मा का खिलाफ कपट नहीं ഒരു ആത്മീയ करता. തലമുറ ഇവിടെയുണ്ട്. एक नया पीढ़ी यहाँ पर है. അവർക്ക് പണം കാണത്തില്ല, उनके पास पैसा नहीं होगा, അവർക്ക് പ്രതാപം കാണത്തില്ല, वो बड़ा पद नहीं होगा, അവർക്ക് സ്ഥാനമാനങ്ങൾ കാണത്തില്ല, और प्रसिद्धि नहीं होगा, അവർക്ക് ബാങ്ക് ബാലൻസ് കാണത്തില്ല, जो बैंक खाता में पैसा नहीं होगा, അവർക്ക് വീട്ടുപേര് ബാക്ക്ഗ്രൗണ്ട് കാണത്തില്ല, वो बड़े बड़े नाम तो उनका पीछे नहीं होगा, അവർക്ക് ഓർഡിനേഷനും ഗ്രാജുവേഷനും കാണത്തില്ല, जो किसी का हाथ रखकर अभिषेक तो नहीं होगा, അവർക്ക് സെമിനാരി ട്രെയിനിങ് പ്രോഗ്രാമും അവരുടെ സർട്ടിഫിക്കറ്റ് കാണത്തില്ല. उनके पास सर्टिफिकेट और दिशा तो नहीं പക്ഷെ होंगे, അവർക്ക് പരിശുദ്ധാത്മാവുണ്ട്. लेकिन पवित्र आत्मा है. അവർ മേൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. उनके ऊपर मसीह की आत्मा है. അവർക്ക് ഉയരത്തിലെ ശക്തിയുണ്ട്. ऊपर का अधिकार और അവർ മേൽ सामर्थ्य है. അത്യന്ത ശക്തിയുണ്ട്. उनके पास अत्यंत शक्ति है. അവർ മേൽ വ്യാപരിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. उनके द्वारा पुनरुत्थान का सामर्थ्य प्रकट അവർ होता മേൽ है. വെളിപ്പെട്ട് വരുന്നത് ഉയർപ്പിന്റെ ശക്തിയാണ്. पुनरुत्थान का शक्ति उनके द्वारा प्रकट होता है. അവർ മേൽ വസിക്കുന്നത് യേശുവിന്റെ ആത്മാവാണ്. यीशु की आत्मा उनके ऊपर वास करता है. നിങ്ങൾ തയ്യാറാണോ? उसके लिए तैयार है നിങ്ങൾ തയ്യാറാണോ? आप तैयार है ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളെ ചാർജ് ചെയ്യാൻ പോകുകയാണ്. परमेश्वर आपको चार्ज करना चाहते हैं. പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്യാൻ पवित्र പോകുകയാണ്. आत्मा आपको अभिषेक करना चाहते ഇതൊരു हैं. സാധാരണ മീറ്റിംഗ് അല്ല. यह साधारण मीटिंग नहीं है. അസാധാരണ അഭിഷേകത്തോടെ നിങ്ങൾ പുറത്തു വരാൻ एक പോകുകയാണ്. साधारण अभिषेक के साथ आप बाहर आना അപ്പോസ്തലന്മാർ है. ഇവിടെയുണ്ട്. അപ്പോസ്തലന്മാർ ഇവിടെയുണ്ട്. प्रेरित लोग यहाँ पर है. നമ്മൾ നമ്മുടെ യോഗത്തിലേക്ക് അപ്പോസ്തലന്മാരെ തിരക്കിയിരിക്കുക. हम हमारा मीटिंग में प्रेरित लोगों को ढूंढ कर बैठा है. ഇനി ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ആരെങ്കിലും വരുമോ എന്ന്? और कई जगह से कई अभिषेक और प्रेरित लोग आएगा. ഇനി ഇന്ത്യയിൽ ആരും വരാനില്ല. भारत में और कोई आना बाकी नहीं ഇന്ത്യയിലെ है. 150 കോടി തിരക്കിയിരിക്കുന്ന അഭിഷക്തന്മാരാണ് ഇവിടെ ഇരിക്കുന്നവർ. भारत में सारे लोगों के लिए जो ढूंढ रहा है प्रेरित लोग यहाँ पर बैठा है. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, इसलिए प्रेरित पौलुस कहा ക്രിസ്തു യേശുവിന്റെ മൂലക്കല്ലാണ്. और मसीह यीशु कोने का पत्थर ഞാൻ है. വെളിപ്പാട് നിങ്ങളോട് പറയാം, एक प्रकाशन മൂലക്കല്ലിന് മാറ്റമില്ല, जो कोने का पत्थर कभी बदलता അടിസ്ഥാനക്കല്ലിന് नहीं, മാറ്റമില്ല, जो कोने का पत्थर कभी बदलता नहीं, കോർണർ സ്റ്റോറിന് മാറ്റമില്ല. कोने का पत्थर कभी बदलता नहीं. 2000 വർഷം കൊണ്ട് സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. 2000 साल से लेकर कलीसिया का कोने का पत्थर ഈ मसीह है. അടിസ്ഥാനക്കല്ലിന് മാറ്റമില്ല. ये नींव जो डाला पत्थर को पत्थर പക്ഷേ बदलता नहीं. ഈ അടിസ്ഥാനക്കല്ലിനോട് ചേർത്ത് പണിയുന്ന രണ്ട് വേറെ അടിസ്ഥാനങ്ങളുണ്ട്. और इस कोने का पत्थर के साथ जुड़ते हुए बनाने वाला और भी दो नींव है. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ? जो क्या क्या है और अधिक प्रधान नींव. ഒന്നാമത്തെ അടിസ്ഥാനം അപ്പോസ്തലിക് ഫൗണ്ടേഷൻ. सबसे प्रथम प्रेरितों का नींव. രണ്ടാമത്തെ അടിസ്ഥാനം പറയുന്നത് പ്രൊഫറ്റിക് ഫൗണ്ടേഷൻ. और दूसरे भविष्य वक्ताओं से नींव അത് നിങ്ങളിലുണ്ടെന്ന്. आपके अंदर है. നിങ്ങൾ ടിവിയിലോട്ട് നോക്കുക, और आप लोग और कई जगह നിങ്ങൾ യൂട്യൂബിലോട്ട് നോക്കുക. यूट्यूब में देखते हैं. ഇനി ആരാണെന്ന്
അപ്പോസ്തലൻ? अभी कौन है प्रेरित? ഇനി ആരാണ് ആ പ്രവാചകൻ? अभी भविष्यवक्ता कौन है? ഇന്ന് പകൽ ശബ്ദവർത്തനം നിങ്ങളോട് പറയാം. आज मैं खुशी से आपसे बताना ആ चाहूँ, അഭിഷേകം നിങ്ങളാ, वो अभिषेक तुम है, അപ്പോസ്തലൻ നിങ്ങളാ. वो प्रेरित तुम लोग हैं। ഇന്നലെ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക ദൂത്, कल से मैं बता रहा हूँ केवल एक ही वाणी, നിങ്ങളിൽ അഭിഷേകമുണ്ട്, आपके अंदर वो अभिषेक है, നിങ്ങളിൽ ആ ശക്തി ഉണ്ട്. वो सामर्थ आपके अंदर है। നിങ്ങൾ കർത്താവിന്റെ ദാസന്മാർ ദരിദ്രന്മാരായിട്ട് ഇരിക്കണ്ട. और प्रभु का दास लोग कभी कंगाल पर नहीं रहना है, സഹായത്തോടെ ലോകത്തിലേക്ക് കൈ നീട്ടണ്ട. और दुनिया में और हाथ लंबा नहीं करना है, ഇനി സഹായിക്കാൻ വ്യക്തി നോക്കിയിരിക്കണ്ട. और किसके और से मदद आएगा करके बैठना नहीं है, അമേരിക്കയിലേക്ക് ഡോളർ വേണ്ടി എഴുതണ്ട. अमेरिका के और चिट्ठी नहीं ആ लिखना, മഹത്വം നിങ്ങളിലുണ്ട്, वो महत्व आपके ആ अंदर, ശക്തി നിങ്ങളുടെ वो മേലുണ്ട്. सामर्थ आपके अंदर है। കരങ്ങൾ ഉയർത്തി ദൈവത്തെ हाथ സ്തുതിച്ചാട്ടെ. उठाकर धन्यवाद करें। സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാനം, कलीसिया का दो अति प्रधान और नींव, ഒന്ന് അപ്പോസ്തലിക അടിസ്ഥാനം, और प्रेरितों से രണ്ട് होते हुए prophetic नींव, foundation. और दूसरे भविष्यवक्ता। എന്തുകൊണ്ട് ഈ രണ്ട് അടിസ്ഥാനം നിൽക്കുന്നു? क्यों ये दो नींव? ക്രിസ്തുയേശുവിന് മാറ്റമില്ല, मसीह कभी बदलता കാരണം नहीं, സഭ ക്രിസ്തുവിന്റേതാണ്. क्योंकि कलीसिया मसीह ഞാൻ का എന്റെ है। സഭയെ പണി, मैं मेरा कलीसिया का बनाऊंगा, കർത്താവ് എപ്പോഴും സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. हमेशा मसीह कलीसिया को बना रहा है। തന്റെ സ്വന്തം രക്തത്തിലാണ് സഭയെ വീണ്ടെടുത്തത്. उनका खून के द्वारा कलीसिया को जीत लिया എത്രപേർക്ക് है। ദൂത് വിശ്വസിക്കാൻ കഴിയും? कितने लोग विश्वास कर सकते ഞാൻ हैं? ഈ പറയുന്ന ദൂത് എഫെസ്യ ലേഖനത്തിലാണ്. मैं एफेसियों का पत्री का എഫെസ്യ ലേഖനം സഭയുടെ ലേഖനമാണ്. और एफेसियों का पत्री कलीसिया के लिए लिखा എഫെസ്യ गया। ലേഖനത്തിലാണ് രണ്ട് പ്രധാനപ്പെട്ട മർമ്മം വെളിപ്പെട്ടത്. दो अति प्रधान रहस्य बात वहां पर है। ഇന്നലെ ആർക്കൊക്കെ സംശയമുണ്ടായി? कई लोगों को कुछ डाउट था, ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ആർക്കൊക്കെ സംശയമുണ്ടായി? कई लोगों को कुछ संदेह आया। ഹിസ്റ്ററിയിലുള്ള യേശു ഞാൻ പ്രസംഗിക്കത്തില്ലെന്ന്, ചരിത്രത്തിലെ യേശു, इतिहास में लिखा गया मसीह मैं प्रचार नहीं करता हूँ। പ്രിയമുള്ളവരെ, ചരിത്രത്തിലെ യേശു പ്രസംഗിക്കുന്നത് തെറ്റില്ല, इतिहास का मसीह को प्रचार करना गलत नहीं है, എല്ലാവർക്കും അറിയാം. सब जानता है। ബേത്ലഹേമിൽ ജനിച്ചു, बेथलेहम में जन्म लिया। നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? आप लोग मेरे साथ हो? ആർ യു ഫോളോ മീ? आप लोग मेरे साथ हो? സ്പീഡ് കൂടുതലാണോ? तेज में जाते हैं ये? സഹിച്ചാൻ സ്പീഡ് കൂടുതലാണോ? 1:10 എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. ചരിത്രത്തിൽ യേശുവിനെ എല്ലാവർക്കും അറിയാം. इतिहास में लिखा गया मसीह सभी लोग जानते അത് हैं। പുസ്തകത്തിലുണ്ട് കേട്ടോ, किताब में है, पुस्तक में है, അത് തിയോളജിക്കൽ നോട്ടിലുണ്ട്, और थियोलॉजी नोट में है, ഈ സെമിനാരിയിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. और सेमिनारी में हमें सिखाते हैं, किताब में है। അത് ബേത്ലഹേമിൽ ജനിച്ചു, बेथलेहम में जन्म लिया, നസറത്തിൽ വളർന്നു, नसरत में पालन पोषण किया, യോഹന്നാന്റെ യോർദാനിൽ സ്നാനപ്പെട്ടു, यूहन्ना का हाथ में यॉर्दान में മരുഭൂമിയിൽ बपतिस्मा लिया, പരീക്ഷിക്കപ്പെട്ടു, मरुभूमि में परीक्षण किया गया, ഗലീലയിൽ ശുശ്രൂഷിച്ചു. गलीला में सेवकाई किया गया। അതാണ് തുടക്കം. वो ये शुरुआत। പിന്നത് ഗെത്സമനെന്നും ഗെബതയെന്ന് ഗോൽഗോത്തയിലെത്തി അവിടെ അവസാനിച്ചു. बाद में गतसमने गबते और गोलगाता वहां पर खत्म हो गया। അത് എല്ലാം ഈ അരിമത്തയിൽ യോസേഫിന്റെ കല്ലറയിൽ കൊണ്ടെത്തിച്ചു. आखिरी में अरिमत्या का जोसेफ का कब्र के अंदर, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. वहां से पुनरुत्थान पाया। ഇത്തരം കാര്യങ്ങൾ കാര്യപരിപാടിയായി മതത്തിനുണ്ട്. ये सारी बात एक कार्यक्रम का जैसा धर्म के अंदर है। മതം തുടർമാനമായിട്ട് എല്ലാ വർഷം ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ജനനം മുതൽ മരണം വരെ അവർ ചെയ്യുന്നുണ്ട്. मसीह का जन्म से लेकर अंतिम कार्य तक हर एक धर्म तो करता പക്ഷേ है, എഫെസ്യ ലേഖനത്തിൽ ദൂത് അതല്ല. लेकिन इससे एफेसिया का पत्री में जो वाणी वही नहीं है। പൗലോസ് വന്നത് ഹിസ്റ്ററി പറയാനല്ല, पौलुस इतिहास बताने के लिए नहीं आया, പൗലോസ് വന്നത് ചരിത്രത്തിലെ യേശുവിനെ ആവർത്തിക്കാനല്ല, और इतिहास में लिखा गया मसीह का एक पुनरावर्तन करने के लिए नहीं है। ക്രിസ്ത്യൻ മതം പഠിക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ബേത്ലഹേം മുതൽ കാൽവരി വരെ. और मसीह का इतिहास पढ़ने वाला सभी लोग जानते हैं, बेथलेहम से लेकर कालवरी तक। നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ അറിവ് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിയിൽ നിന്ന് യേശുവിനെ കിട്ടും. किताब में लिखा गया हुआ बातों का जानकारी से मसीह आपको मिलेगा, പക്ഷേ പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ ഇന്ന് പലർക്കും നിങ്ങൾക്ക് ആത്മാവിൽ ക്രിസ്തുവിനെ കിട്ടും. लेकिन नया नियम का प्रकाशन में एक नया मसीह आपको मिल जाता है। അതുകൊണ്ട് ഹിസ്റ്ററി പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ എതിർപ്പില്ല, इसलिए और मसीह को प्रचार करने के लिए मैं खिलाफ नहीं, ഹിസ്റ്ററി പ്രസംഗിക്കുന്നവർ മിസ്റ്ററി വരണം. और इतिहास प्रचार करने के लिए मैं खिलाफ नहीं हूँ। वो प्रचार करने से उनका रहस्य बात हमको प्रकट करना है, എഫെസ്യ ലേഖനത്തിൽ മൊത്തം മിസ്റ്ററി മർമ്മമാണ്. और एफेसियों का पत्र में हर प्रकार का गुप्त बात സുവിശേഷം ഒരു മർമ്മമാണ്. जो और सुसमाचार एक मर्म है, ഫൈവ് ഫോൾഡ് മിനിസ്ട്രി ഒരു മർമ്മമാണ്. 5 प्रकार का सेवक एक रहस्य बात है, ക്രിസ്തുവിന്റെ സമയം ശരീരം ഒരു മർമ്മമാണ്. और मसीह का कलीसिया शरीर एक मर्म है, കൃപ ഒരു മർമ്മമാണ്. जो कृपा एक मर्म है, ആത്മീയ പോരാട്ടം ഒരു മർമ്മമാണ്. आत्मिक लड़ाई एक मर्म है, ക്രിസ്തുവിന്റെ കന്യക ഒരു മർമ്മമാണ്. കന്യക ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. और मसीह का दुल्हन एक मर्म है। ചരിത്രം വേണോ മർമ്മം വേണോ? इतिहास चाहिए क्या और मर्म चाहिए? നാം കൂടുതൽ സത്യത്തിലേക്ക് പ്രവേശിക്കുക.
और भी सच्चाई की ओर हम जाना है। നിങ്ങൾക്ക് കഴിയും. आपसे होता है, നിങ്ങളുടെ ശുശ്രൂഷകൾ മാറും. आपका सेवकाई बदल जाएगा, നിങ്ങളുടെ ശുശ്രൂഷകൾ 1000 മടങ്ങ് വർദ്ധിക്കും. आपका सेवकाई 1000 गुना बढ़ जाएगा। പരിശുദ്ധാത്മാവിനെ ആഴമേറിയ മർമ്മത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. पवित्र आत्मा उसी मर्म के अंदर, उसी बाग के अंदर लेकर चलता है। അതുകൊണ്ടാണ് എഫെസ്യർ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആശയം പറയുന്നു. इसलिए एफेसियों का पत्र में 2 अति प्रधान बात है। ഒന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റ്, सबसे पहले परमेश्वर मसीह का शरीर, രണ്ട് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, दूसरे मसीह का दुल्हन, രണ്ട് ഒന്ന് ക്രിസ്തുവിന്റെ സഭയാം ശരീരം, രണ്ട് കന്യക. और सबसे पहले मसीह का कलीसिया जो शरीर है, मसीह और दूसरे और उनका दुल्हन। മസീഹ് മണ്ഡലി ദേവദാസന്മാരുടെ രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ. मसीह मंडली में 2 अति प्रधान सेवकाई, ഒന്ന് അവർ ക്രിസ്തുവിന്റെ സഭയാം ശരീരത്തെ ശുശ്രൂഷിക്കുന്നു, और सबसे प्रथम कलीसिया मसीह का शरीर को सेवकाई करता രണ്ട് है, അവർ മണവാട്ടിയെ ഒരുക്കുന്നു. और दूसरे दुल्हन को तैयार करता ഈ है। രണ്ട് ശുശ്രൂഷ എന്താണെന്ന് കരങ്ങൾ ഉയർത്തി. ये दोनों सेवकाई करने वाला हाथ उठाइए। और रबनाश, നിങ്ങൾക്ക് കരങ്ങൾ ഉയർത്താൻ മടിയാണോ? हाथ खड़ा करने के लिए लज्जित है क्या? ഒന്ന് നിങ്ങൾ ആത്മീക ശരീരത്തെ, അതിന്റെ സ്തോത്രം, ക്രിസ്തുവിന്റെ സഭയാം ശരീരത്തെ ശുശ്രൂഷിക്കുന്നു. और सबसे पहले हमारा आत्मिक शरीर, मसीह का शरीर, उस कलीसिया का सेवकाई, അപ്പോൾ തന്നെ അതിനകത്തുനിന്ന് മണവാട്ടിയെ നിങ്ങൾ വേർതിരിക്കുന്നു, മണവാട്ടിയെ നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. उसके साथ ही साथ मसीह के लिए दुल्हन को तैयारी कर रहा है। നിങ്ങൾ മണവാട്ടിയുടെ മിനുക്കുമണിയിൽ അവസാന നിമിഷങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരാണ് നിങ്ങൾ. जो मसीह का दुल्हन का तैयारी में, आखिरी का तैयारी में सेवा करने वाला ആ सेवक लोग हैं। മണവാട്ടിയെ തേജസ് കൊണ്ട് മൂടുന്നു. और उस दुल्हन को महिमा के द्वारा और उनको छुपाता ആ है। മണവാട്ടിക്ക് ആവശ്യമായിരിക്കുന്നത് പണവും പ്രതാപവും ഇവിടുത്തെ പ്രശംസകളുമല്ല. दुल्हन को इस दुनिया का दुनियादारी चीज और उसका पैसा और प्रताप नहीं ആ चाहिए, മണവാട്ടി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നു. और उस दुल्हन महिमा में महिमा होकर आगे बढ़ता है, തേജസ്സിന്മേൽ തേജസ്, और महिमा के ऊपर महिमा, കൃപയുടെ മേൽ കൃപ, कृपा के ऊपर कृपा, ശക്തിയുടെ മേൽ ദൈവശക്തി. और सामर्थ के ऊपर सामर्थ। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। പഴയ നിയമത്തിൽ അബ്രഹാമിനൊക്കെ പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ ഒരു ലാൻഡ് പിടിച്ചാൽ മതിയായിരുന്നു. पुराना नियम का अब्राहम को केवल इस धरती पर एक जमीन को कब्जा करना था। ഈ ഭൂമിയിൽ ഒരു ജോഗ്രഫിക്കൽ ലാൻഡ്, एक सीमित हुआ एक जमीन, അത് അവിടെ പോയി എത്തി. और वहां तक पहुंच गया है, അത് അവിടെ കൂടാരം അടിച്ചു. और वहां तंबू बनाया, നമ്മുടെ ഭൂരിപക്ഷ പ്രസംഗവും ഈ ആ ഭാഗത്താണ്. और हमारा सबसे ज्यादा प्रचार वहां पर होता ഈ है, ഭൂമിയിൽ ലാൻഡ് കിട്ടിയ അബ്രഹാമിനെ കുറിച്ച്. और इस धरती पर जमीन मिला हुआ एक अब्राहम के बारे में। പക്ഷെ അവിടെ കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കരുത്. लेकिन वहां पर हमारा समाचार, हमारा संदेश खत्म नहीं करना। ഈ ഭൂമിയിൽ ലാൻഡ് കിട്ടിയ ഒരു ജോഗ്രഫിക്കൽ പ്ലേസ് കിട്ടിയ അബ്രഹാം പക്ഷെ ആ കൂടാരത്തിൽ ഇരുന്നുകൊണ്ട് അതിനേക്കാളും വലിയ വെളിപ്പാടിന് വേണ്ടി താൻ കാത്തിരുന്നു. इस जमीन पर एक तंबू बनाकर एक जमीन मिला, वहां पर तंबू बनाया। अब्राहम उससे अधिक महिमा के लिए एक जगह को इंतजाम करके बैठा। അബ്രഹാം പോലും വെയിറ്റ് ചെയ്യാണ്, ഞാനും നിങ്ങൾ ഓടിച്ചെല്ലാൻ. अब्राहम इस प्रकार इंतजाम कर रहा है, हम भी उनके साथ दौड़कर वहां तक ദൈവത്തിന്റെ पहुंचे। വചനം പറയുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ല നൽകിയിരിക്കുന്നു. और परमेश्वर का वचन इस प्रकार कहते हैं, हम उनके जैसा और परमेश्वर का रक्षा का पूर्ति करने के लिए सबसे उत्तम दिया गया। അബ്രഹാമിന് കിട്ടാത്തത് जो अब्राहम को नहीं मिला, പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആരാണ് അന്വേഷിച്ചത്? पुराना नियम का हर एक पवित्र लोग ढूंढ कर निकालने की कोशिश അവർ किया, നോക്കിക്കൊണ്ടിരുന്നത് जो सारे लोग देख कर बैठा। പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞു വരുമെന്ന്, അത് വരും നിശ്ചയമെന്ന് പറഞ്ഞു. जो पुराना नियम का भविष्यवक्ता लोगों के इस प्रकार कहा, वो आएगा सचमुच। മോശ പറഞ്ഞു എന്നെക്കാൾ വലിയൊരു പ്രവാചകനെ അയക്കുമെന്ന് പറഞ്ഞു. मूसा ने कहा, मुझसे बढ़कर एक भविष्यवक्ता। ഈ ഹബക്കൂക്ക് പറഞ്ഞു, ഹബക്കൂക്ക് ഇങ്ങനെ പറഞ്ഞു, വാഗ്ദത്തം വരും, നിശ്ചയമായി വരും, സമയം തെറ്റുകയില്ലെന്ന് പറഞ്ഞു. और हबक्कूक के द्वारा इस प्रकार कहा गया है कि सचमुच समय पर वो जो वायदा तो आएगा, पूरी हो जाएगा। ഹഗ്ഗായി പ്രവാചകൻ പറഞ്ഞു, സകല ജാതികളുടെ മനോഹര വസ്തു വരുമെന്ന് പറഞ്ഞു. और हग्गाई भविष्यवक्ता के द्वारा इस प्रकार कहा गया, सारी बातों के लिए मनोहरता करने के लिए सब कुछ आ जाएगा। ദാണ്ട വന്നു, जो आ गया, ദാണ്ട യോഹന്നാൻ സഭ ചൂണ്ടിക്കാണിക്കുന്നു, जो यूहन्ना बपतिस्मा हाथ दिखाता है, ദാണ്ട ചൂണ്ടിക്കാണിക്കുന്നു, इस प्रकार दिखाता है, ഇതാ ലോകത്തിന്റെ പാപത്തിന് ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, जो दुनिया का हर प्रकार का पाप उठाने वाला प्रभु का मेमना, ദാണ്ട കടന്നു പോകുന്ന കുഞ്ഞാട്, जो यहाँ से चलकर जाते हुए मेमना, കടന്നു പോകുന്ന കുഞ്ഞാട്, जो चलते हुए जाते मेमना। കടന്നു പോകുന്ന വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? आप लोग सुना है कि जो यहाँ മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിന്റെ വിടുതൽ വേണ്ടി കടന്നു പോകുന്ന പെസഹ കുഞ്ഞാട്, इस्राएल का छुटकारा के लिए चलकर जाते और मेमना है। പൗലോസ് വിളിച്ചു പറയുന്നു, पौलुस कहता है, ഇതാ നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തുവത്രേ.
देखो हमारे लिए पसगा के लिए मेमना काटा गया, वो हमारा मसीह है। ഹല്ലേലൂയ. हालेलुया। പഴയ നിയമ വിശുദ്ധന്മാർ ഈ ക്രൂശ് നോക്കിക്കൊണ്ട് പോയി. वो पुराना नियम का पवित्र लोग इस सूली को देखकर चले गए, പക്ഷേ പുതിയ നിയമ വിശുദ്ധന്മാർ ക്രൂശിന് മുമ്പിൽ നിന്ന് മാർച്ച് ചെയ്യാണ്. लेकिन नया नियम का पवित्र लोग इस सूली के सामने मार्च होकर चलते हैं। പഴയ നിയമ വിശുദ്ധന്മാർ ഇവിടുന്ന് ക്രൂശ് വരെ വന്നു. और पुराना नियम का पवित्र लोग इस क्रूस के वहां तक आ गया, പക്ഷേ മണവാട്ടി സഭ ക്രൂശിൽ നിന്ന് സിയോനിലെത്തോ. लेकिन मसीह का दुल्हन इस सूली से लेकर, इस क्रूस से लेकर हमारे लिए रखा गया सियोन देश तक पहुंचे। ഹല്ലേലൂയ. हालेलुया। മണവാട്ടി സഭയുടെ ഒരുക്കത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുകയാണ്. मसीह का दुल्हन का तैयारी के लिए पवित्र आत्मा आपको बोझ दे रहा ഒരു है। അഭിഷേകമില്ലാതെ നിങ്ങൾ പോകല്ലേ. अभिषेक बिना यहाँ से नहीं जाना, നിങ്ങൾ ഒരുക്കുന്നത് മണവാട്ടിയാണ്. और आपको दुल्हन के समान बन रहा മണവാട്ടി है। നിർമ്മല കന്യകയാണ്. जो दुल्हन एक पवित्र व्यक्ति है, ലോകത്തോട് മാലിന്യപ്പെടാത്തതാണ്. दुनिया के साथ मिलजुलता नहीं, അത് കർത്താവിന് വേർതിരിക്കപ്പെട്ടതാണ്. मसीह के लिए अलग किया गया है। കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം हाथ ചെയ്യട്ടെ. उठाकर प्रभु को धन्यवाद करें। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഇത് നിങ്ങളുടെ സമയമാണ്. ये आपका समय है, ഇത് സഭയുടെ ये സമയമാണ്. कलीसिया का समय है, ഇത് നിങ്ങളുടെ സമയമാണ്. तुम्हारा समय है, ഇത് നിങ്ങളുടെ സമയമാണ്. तुम्हारा समय ഇത് है, പ്രാപിക്കാനുള്ള സമയമാണ്. वो पाने का समय है, ഇത് മൗനമായിരിക്കാനുള്ള സമയമല്ല. चुप लगने का समय नहीं है। ഹല്ലേലൂയ. हालेलुया। അടുത്ത ചില മിനിറ്റുകൾ നമുക്കൊന്ന് പ്രാപിക്കാനുള്ള സമയമാണ്. आगे थोड़ा समय परमेश्वर से कुछ पाने का समय। ഞാൻ ആത്മാവിൽ കാണുന്നത് ഈ കൂടാരത്തിന് മുകളിൽ തുറക്കപ്പെട്ട സ്വർഗം, അതിൽ നിന്ന് പരിശുദ്ധാത്മാവ് തന്റെ കൃപകളെ തന്റെ ജനത്തിന് മേൽ പകരുകയാണ്. मैं आत्मा का दृष्टिकोण से इस प्रकार दर्शन देख रहा हूं, इस पंदल के अंदर स्वर्ग खुल गया है, पवित्र आत्मा लोगों को भर रहा ഈ है। കോൺഫറൻസിൽ നിങ്ങൾ തിരിച്ചു പോകുന്നത് നിങ്ങൾ ദേശങ്ങളെ നേടുന്നവരായിട്ട് തീരും. देशों को कब्जा करने वाला होकर यहाँ से वापस लौटना, ആത്മാക്കളെ നേടുന്നവരായി നിങ്ങൾ മാറും. आत्मा को जीतने वाला बनना है। ഒരുപക്ഷെ നിങ്ങൾ സാധാരണക്കാര വ്യക്തിയായിരിക്കാം, साधारण एक व्यक्ति होगा, പക്ഷെ ദൈവത്തിന്റെ വിഷയമല്ല. लेकिन परमेश्वर वो उसका एक समस्या नहीं ഒരു है। അഭിഷേകം നിങ്ങളെ വ്യത്യസ്തരാക്കി തീർക്കുക. अभिषेक आपको बदला हुआ एक व्यक्ति बनाएगा। ഇത് നിങ്ങളുടെ ചാൻസ് ആണ്. ये आपका समय है, ഇത് നിങ്ങളുടെ ചാൻസ് ആണ്. ये आपका वक्त है, ഇത് നിങ്ങളുടെ അവസരമാണ്. वो तुम्हारा वक्त है। ഹല്ലേലൂയ. हालेलुया। വിഗ്രഹാരാധനയായിരുന്ന വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിച്ച് അതിന് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന അബ്രഹാം ഒരു ദിവസം കൊണ്ട് ഒറ്റ വെളിപ്പാട് വിശ്വാസിയുടെ പിതാവാക്കി തീർത്തു. मूर्ति को बनाकर बेचने वाला, आराधना करने वाला अब्राहम एक दर्शन के बाद और विश्वासियों का पिता बन गया। ഹല്ലേലൂയ. हालेलुया। ഇന്നലത്തെ ചരിത്രം മൊത്തം വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നിർമ്മിച്ച് അതിന് വിൽപ്പന നടത്തി അതിനെ മുന്നിൽ പൂജിച്ച് വണങ്ങി ആരാധിച്ച് ജീവിച്ച് വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന അബ്രഹാം ഇന്ന് വിശ്വാസികളുടെ പിതാവാണ്. कल तक जो इतिहास इसी प्रकार का वस्तुओं को बनाकर उसको आराधना कर कर उसको उपासना कर कर बेचने वाला था, लेकिन एक दर्शन के द्वारा विश्वासियों को पिता बन गया। ഒറ്റ വെളിപ്പാട്. केवल एक ही दर्शन, ഞാൻ പറയട്ടെ, ഒറ്റ വെളിപ്പാട്. केवल एक ही दर्शन। കൽദേ അബ്രഹാം ആയിരിക്കുന്ന കൽദേ ദേശത്തിലെ ദൈവം എന്ന് പറയുന്നത് ലുനാറ്റിക് ഗോഡാണ്. ചന്ദ്രന്റെ നിലാവെളിച്ചമാണ്, ചന്ദ്രന്റെ വെളിച്ചമാണ് അവർ ദൈവം. और अब्राहम जिस जगह पर रहता था जो कल्दे देश है, वो चांद का प्रकाशन के द्वारा चलने वाला, उसको आराधना करने वाला देश है। ചന്ദ്രനാണോ വെട്ട കൂടുതൽ സൂര്യനാണോ? किसको ज्यादा तेज होता है, चांद को और सूरज को? ചന്ദ്രന്റെ നിലാവെളിച്ചത്തിനകത്ത് ചന്ദ്രദേവതയെ ആരാധിച്ചുകൊണ്ടിരുന്ന അബ്രഹാമിന്റെ മേൽ സ്തെഫാനോസ് പറയുന്നു, തേജോമനായ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു. चांद को और उसका निशानी को आराधना करने वाला, उसका प्रकाश को आराधना करने वाला अब्राहम के सामने एक बहुत बड़ा सूर्य उदय हो गया करके स्टेफानोस कहते हैं। നിങ്ങളെ ശുശ്രൂഷയിലൊക്കെ പുറത്തെടുക്കുന്നത് വെളിപ്പാടുകളാണ്. आपका सेवागाई के अंदर से इस प्रकार का प्रकाशन और प्रकटीकरण होना, പാരമ്പര്യങ്ങളും നിങ്ങളുടെ കഴിവുകളും എല്ലാം നിങ്ങളെ പുറത്തെടുക്കുന്നത് ചില വെളിപ്പാടുകളാണ്. और अलग प्रकार का दर्शन के द्वारा आप तो बाहर आना है। पुराना समय का पारंपर्य और पीढ़ी से होते हुए बात नहीं है। ദർശനം എപ്പോഴും കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. और दर्शन हमेशा हमारा दृष्टि के संबंधित है। നിങ്ങളുടെ കാഴ്ചയാണ് നിങ്ങളുടെ ദൂരത്തെ നിർണ്ണയിക്കുന്നത്. जो हमारा जो दृष्टिकोण है कितना लंबा है उसके लिए सीमित रखता है। നമുക്ക് ഇത്രയും ദൂരേ ഉള്ളൂ, ഇത്രയും കാഴ്ചയേ ഉള്ളൂ. हमको हमारा दृष्टि कितना है उतना तक हमारा सीमित रहता है। പൗലോസ് പറഞ്ഞു എനിക്ക് റോമയും കാണണമെന്ന്. और पौलुस इस प्रकार का हमें रोम की ओर देखता है। പൗലോസ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. जो पौलुस कहते हैं हमारा आत्मिक
दिल का दृष्टि का प्रकाशन होना, ഇത് ആത്മലോകം കാണുന്നതാണ് ये ശുശ്രൂഷ. आत्मा का दुनिया देखने वाली है सेवकाई. ഭൗതിക ലോകത്തിൽ നിന്നോട് കാര്യപരിപാടി ചെയ്യുന്നതല്ല ശുശ്രൂഷ. जो दुनिया का दुनियादारी इस धरती पर रहकर करने वाला नहीं है सेवकाई. എത്രവർക്ക് ഒരു ആത്മലോകത്തിലെ കാണണം? कितने लोग इस आत्मिक दुनिया देखना चाहते हैं? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകം കാണാം. इस दृष्टि से हमारा और हमको दिया हुआ शारीरिक दृष्टि से इस दुनिया देख सकता है. ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടുത്തെ പ്രതികൂലങ്ങളും ഇവിടുത്തെ പോരാട്ടങ്ങളും ഇവിടുത്തെ പരാജയങ്ങളും ഇവിടുത്തെ തിന്മകളും ഇവിടുത്തെ ഇഷ്യൂസും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ കണ്ടുകൊണ്ട് കാണാം. और इस धरती पर होते हुए हर प्रकार का समस्या और दुख और हर एक बात हमारा इस शारीरिक आंख से हम देख सकते പക്ഷെ हैं. ആത്മ കണ്ണുകൊണ്ട് നിങ്ങൾ നിത്യത കാണും. लेकिन हमारा आत्मिक दृष्टि से हमारा 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 हमेशा का जिंदगी हम देख सकता है. ആത്മ ദൃഷ്ടി കൊണ്ട് ആത്മലോകം കാണും. जो आत्म दृष्टि से हमारा आत्मा दुनिया देख सकता है. ഞാൻ പറയാം, നിത്യത കണ്ടവൻ ഇത് കാണത്തില്ല, ഈ ലോകം കാണത്തില്ല. जो आत्मिक दुनिया देखा हुआ व्यक्ति इस धरती का ऊपर नजर नहीं रखेगा. നമ്മൾ ഇവിടുത്തെ കാഴ്ച കണ്ട് കേൾവി കണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചിരിച്ച് കേട്ട് കോമഡി പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളുടെ വിശകലനം നടത്തി ഇവിടെ കൊണ്ട് തീരും. और इस दृष्टि से हम इस दुनिया देखने वाला इस दुनिया का मजाक उड़ाते हुए दुनिया का बात बताते हुए इस दुनिया में समाप्त हो जाएगा. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കാഴ്ചയല്ല വിശ്വാസത്തിൽ ഞങ്ങൾ നടക്കുന്നത്. इसलिए प्रेरित पौलुस कहते हैं हमारा दृष्टिकोण से हमारा इस आंख का दृष्टि से नहीं गए, विश्वास से हम चलता है. അബ്രഹാമിന് ഒറ്റ വെളിപ്പാട്. अब्राहम के सामने एक केवल एक दर्शन. വൈകിട്ടത്തെ ചന്ദ്രന്റെ നിലാവെളിച്ചത്തിൽ, ചന്ദ്രന്റെ വെളിച്ചത്തിന്റെ പ്രത്യേകത തമ്മിൽ തന്നെ അടുത്ത് നിൽക്കുന്നവരെ പോലും കാണത്തില്ല. और चांद का प्रकाश में जो आसपास में बैठा हुआ लोगों को भी बराबर दिखाई नहीं देगा. വെളിച്ചം, അരണ്ട വെളിച്ചം. और ये अंधेरा में एक छोटी उजियाला. അവരുടെ ദൈവത്തിന്റെ ശക്തി അതാ. और केवल उतना ही है उनका പക്ഷെ सामर्थ्य. അവിടെ വെച്ച് ഒറ്റ വെളിച്ചത്തിന്റെ ഒരു വെളിപ്പാട് കൊടുത്തു. लेकिन वहां से एक बहुत बड़ा प्रकाशन प्रभु ने दिया. തേജോമനായ ദൈവം വെളിപ്പെട്ടു. जो महिमा में प्रकाशमान परमेश्वर वहां पर प्रकट हो ആ गया. വെളിപ്പാട് അബ്രഹാമിനെ പുറത്തിറക്കി. उस दर्शन अब्राहम को वहां से बाहर लेकर അബ്രഹാം ഒരു രാഷ്ട്രമായി മാറി. और अब्राहम एक बहुत बड़ा राष्ट्र बन गया है. അപ്പ എന്ന് വിളിക്കാൻ വീട്ടിൽ പോലും ഒരാളില്ല. और अब्बा करके कहने के लिए घर के अंदर भी एक व्यक्ति नहीं है. 75 വയസ്സ് വരെ അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് തന്നെ പിതാവേ പിതാവേ ഡാഡി ഡാഡി എന്ന് വിളിക്കാൻ ഒരു മകൻ പോലും ഇല്ല. 75 साल हो गया अब्राहम को अब्बा करके कहने के लिए उस घर के अंदर एक बेटा एक बेटी एक പക്ഷെ संतान ഒറ്റ था. വെളിപ്പാട്, ഒരു വെളിപ്പാട്. लेकिन एक दर्शन. ഈ മൂന്ന് എല്ലാ ജാതികളും അബ്രഹാമിനെ പിതാവേ എന്ന് വിളിക്കുന്നു. हर प्रकार का जातियां और अब्राहम को पिता करके कहते हैं. അബ്രഹാം ഒരു ജാതിയായി തീർന്നു. अब्राहम एक बहुत बड़ा राष्ट्र एक जाति बन गया ഒരു है. ജാതി മാത്രമല്ല, ഒരു രാജ്യമായി തീർന്നു. केवल एक जाति नहीं है, एक देश बन गया है. ആ രാജ്യം ഒരു രാഷ്ട്രമായി മാറി. वो देश एक राष्ट्र बन गया है. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾക്ക് വർദ്ധിക്കണമോ? നിങ്ങൾക്ക് വർദ്ധിക്കണമോ? आपको बढ़ना है क्या? നിങ്ങൾക്ക് പെരുകണമോ, വലുതാകണമോ? और बढ़ते जाना है क्या? നിങ്ങളുടെ സ്ഥിതി മാറണമോ? आपका अवस्था बदलना है क्या? നിങ്ങളുടെ പരാതി മനുഷ്യരോട് പറയരുത്. आपका फरियाद कभी इंसान से नहीं बोलना. നിങ്ങളുടെ ആവശ്യം ലോകത്തോട് പറയരുത്. आपका जो भी जरूरत है कोई व्यक्ति से नहीं बोलना है. നിങ്ങളുടെ ദാരിദ്ര്യം കാണിക്കരുത്. आप कंगालपन दिखाना नहीं है. പ്രാർത്ഥന മുറിയിലേക്ക് കേറ്. और प्रार्थना का कमरा के अंदर ഒരു जा. കർത്താവ് ജീവിക്കുന്നു. और यीशु मसीह हमारे लिए जी रहा. അബ്രഹാമിന്റെ ദൈവം ജീവിക്കുന്നു. अब्राहम का परमेश्वर जिंदा है. നിങ്ങളുടെ ശുശ്രൂഷകൾ മാറാം. हमारा सेवकाई बदलेगा. അബ്രഹാമിന്റെ കാലം കഴിഞ്ഞു. अब्राहम का समय हो ഞാൻ गया. ഇന്നലെ പറഞ്ഞു 80 വയസ്സ് മോശ. और 80 साल का मूसा 40ാമത്തെ വയസ്സ് ഒരു ശുശ്രൂഷ ചെയ്തായിരുന്നു കേട്ടോ. और 40 साल का सेवकाई किया. ചാണ്ടി ഭാഷ 40ാമത്തെ വയസ്സ് മോശ ഒരു ശുശ്രൂഷ ചെയ്തു. 40 साल में प्रभु का सेवकाई किया. പക്ഷെ ലോകത്തിന് കാണാനില്ലായിരുന്നു. लेकिन दुनिया के सामने दिखाने के लिए नहीं है. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ചെല്ലുക, അടിക്കുക, കൊല്ലുക, കുടിച്ചിടുക. और उनका 40 साल तक उनका सेवका यही था, जाना है, मारना है, गाड़ना है. മറച്ചു വെക്കില്ല, ഒന്നും ശുശ്രൂഷ വെളിയിൽ കാണാനില്ല. और प्रकट होने का किसी प्रकार का सेवकाई नहीं. പക്ഷെ അതേ മോശക്കൊണ്ട് 80ാമത്തെ വയസ്സിൽ കർത്താവ് ഒരു ശുശ്രൂഷ ചെയ്യിപ്പിച്ചു. और वही मूसा के द्वारा 80 साल में दूसरे का सेवकाई. ഞാൻ കേരളത്തിൽ ഒരു കോൺഗ്രസിൽ പറയുന്നത്, ഈ വാഴപ്പിണ്ടി വെള്ളത്തിൽ നദിയിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ മുങ്ങിപ്പോകാതെ ഇങ്ങനെ വാഴപ്പിണ്ടി കിടക്കും. അതുപോലെ പറവോൻ ഉൾപ്പെടെ, പറവോന്റെ രഥചക്രങ്ങൾ ഉൾപ്പെടെ, മന്ത്രവാദി ഉൾപ്പെടെ, ശകനവാദി ഉൾപ്പെടെ, സേവകർ ഉൾപ്പെടെ, പട്ടാളക്കാർ ഉൾപ്പെടെ സകല ശത്രു സൈന്യത്തെ ചെങ്കടലിൽ അവൻ മുക്കി പൊക്കി. हम जानते हैं जो केला का जो केला का जो वृक्ष होता है, पानी में हम डालेगा तो पानी के ऊपर रहेगा. उसी समान फरोन उनका हर प्रकार का सेना उनको वहां पर अधिकार करने वाला सारे लोगों को लाल समुद्र के ऊपर परमेश्वर वैसे फैला दिया है. Did you get my point?
आपको समझ रहे हैं? മനസ്സിലാവുന്നുണ്ടോ? समझ में आ रहा है आपको? 40ാമത്തെ വയസ്സിൽ മോശ ചെയ്തത്, മോശ ജനത്തിന് വിടുതലിന് വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ വെളിയിൽ കാണാൻ കർത്താവ് അടിച്ചു ഓടിച്ചു. और लोगों को छुटकारा के लिए मूसा निकल गया. 40 साल तक कुछ सेवकाई किया, लेकिन दिखने के लिए कुछ नहीं था. ഇനി ഈ അടിച്ച് പറവോനെ വരെ ചെന്ന് അടിക്കുമ്പോഴത്തേക്കിന് മോശയ്ക്ക് 300 വർഷമാവും. और इस प्रकार मारकर कदम कर फरो तक जब पहुंचेगा तब 300 साल हो जाएगा. ശുശ്രൂഷ അടിക്കുന്നതല്ല കേട്ടോ, और केवल मारना नहीं है सेवकाई, മത്സരിക്കുന്നതല്ല, और वहां पर और लड़ना नहीं, वो नहीं है, തമ്മിൽ പോരടിക്കുന്നതല്ല, और एक दूसरे के साथ लड़ने वाला नहीं है. നിങ്ങളിൽ കൂടെ കർത്താവ് ചെയ്യുന്നതാണ് ശുശ്രൂഷ. हमारे द्वारा परमेश्वर करते हैं वही सेवकाई. അതേ മോശ 80ാമത്തെ വയസ്സിൽ തിരിച്ചു കൊണ്ടുവന്നു. वही मूसा 80 साल में वापस आया. അതേ മരുഭൂമി, അതേ ഫറവോൻ, और वही मरुस्थल, वही फरवोन. കർത്താവ് ഒരു ശുശ്രൂഷ ചെയ്യിപ്പിച്ചു. परमेश्वर एक सेवक उनके द्वारा करवाया. ഞാൻ എല്ലാ ശുശ്രൂഷകരോടും ഒരു കാര്യം പറയാം. हर एक सेवक लोग से एक बात बताना നിങ്ങൾ चाहूंगा. ഇന്നലെ എന്തെങ്കിലും ഒരു പോരാട്ടം ഏതെങ്കിലും മേഖല അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, कल तक किसी प्रकार का और आपका सेवकाई क्षेत्र में किसी प्रकार का दुख उड़ाया और किसी प्रकार का कष्ट उड़ाया, നാളെ നിങ്ങൾ അധികാരിയായി തീരുമ്പോൾ, നാളെ നിങ്ങൾ അഭിഷക്തനായി തീരുമ്പോൾ അതേ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ ദൈവം നിന്നെ നിയോഗിക്കും. और कल जब आप अधिकारी बनेगा, वहां पर शासन करेगा और अधिकारी बन जाएगा, उसी समस्या को निपटाने के लिए परमेश्वर आपको इस्तेमाल करेगा. മോശ ജനനത്തിൽ മോശയുടെ തലമുറ അനുഭവിച്ച പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പ്രശ്നമാണ്. और मूसा का जन्म का समय वहां पर लोग और इस प्रकार का कष्ट उठाया था कि पानी का समस्या. മോശയുടെ തലമുറ മൊത്തം ചത്തു പൊങ്ങി ഒഴുകുക. मूसा का पीढ़ी हमेशा हर एक लोग उस पानी में खत्म हो गया നിങ്ങൾക്ക് है. സ്റ്റോറി അറിയാലോ, മോശയുടെ തലമുറ മൊത്തം വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. मूसा का समय पर जन्म लिया हर एक बच्चा उस नाइल नदी का पानी में बह रहा था. പക്ഷേ അതേ सभी लोग वहां पर खत्म हो മോശ गए. അഭിഷക്തനായി മാറി. लेकिन वो ये मूसा अभिषेक पाकर बन गया മോശ അധികാരിയായി മാറി. और वो मूसा अधिकारी बन गई है. ഇന്നലകൾ നിന്റെ തലമുറയെ മൊത്തം വെള്ളത്തിൽ മുക്കിക്കുന്ന അതേ വെള്ളത്തിനകത്ത് മോശയ്ക്ക് നാളെ ദൈവം അധികാരം കൊടുത്തു. कल तक आपका पीढ़ी को जिस पानी पर खत्म कर दिया गया, उस पानी का ऊपर परमेश्वर ने मूसा का ऊपर अधिकार दिया है. നിങ്ങൾക്കൊരു അധികാരമുണ്ട്. आपके अंदर एक अधिकार है, നിങ്ങളുടെ മേൽ ഒരു ദൈവശക്തി ഉണ്ട്. एक परमेश्वर का सामर्थ है. ശുശ്രൂഷ ശക്തിയെ തെളിയിക്കുന്നതാണ്. और सेवकाई का सामर्थ प्रकट करना है. ശുശ്രൂഷ നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നതാണ്. और परमेश्वर का सेवकाई के लिए ഹല്ലേലൂയ. हालेलुया. 80ാമത്തെ വയസ്സിൽ 80 उम्र में ഒട്ടും ബലം പ്രയോഗിക്കാതെ, और किसी प्रकार का सामर्थ्य ना देते हुए, നോക്കേ ആ ചെങ്കടലിലോട്ട് നോക്കേ, സകല പറവനും ഒഴുകുക. देखो उस लाल समुद्र में फरोन और उनका सेना वहां पर बह रहा है. ഓ ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ചെങ്കടലും യോർദാനൊക്കെ വരുമ്പോൾ അതിന് മുമ്പിൽ ഒരു വെളിപ്പാട് വേണം കേട്ടോ. और जब लाल समुद्र और जर्दान आते हैं, उसके सामने एक प्रकाशन का जरूरत है. ഇന്ത്യയുടെ സ്ഥിതിയും നാളത്തെ സ്ഥിതിയും സ്തോത്ര സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഈ റിസൾട്ടുകളെ കാണുമ്പോൾ കടന്ന് നിന്ന് കൂവരുത്. और आज भारत की अवस्था को देखते हुए भारत किस प्रकार चलते हैं, ये सारी बातों को देखकर शंकित ना होना. വേൾഡ് മിഷന് കള്ള റിപ്പോർട്ട് അയക്കരുത്. और वेल्ड मिशन को झूठा कहानी बोलकर और वहां पर चिट्ठी नहीं बेचना है. നിങ്ങളുടെ വേൾഡ് മിഷൻ ഇതാ. और आपका वेल्ड मिशन यही है. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. हालेलुया. മോശ നിന്നെ രക്ഷപ്പെടുത്തിയത് ചെറിയ പെട്ടകത്തിനകത്താ. मूसा, तुम वो एक छोटा पेटी के अंदर रखकर आपको बचाया, അത് നിന്റെ കാലം. वो तुम्हारा समय है. മോശ വിചാരിച്ചു, ഞാൻ രക്ഷപ്പെട്ടത് ഈ ചെറിയ പട്ടണത്തിനകത്താണെങ്കിൽ ഈ ഇസ്രായേൽ ജനത്തെ മൊത്തം ഈ അക്കരെ കടത്തുന്നത്, ഈ വെള്ളത്തിൽ കൂടി അക്കരെ കടത്തുന്നത്, ഇനി പാലം പണിയാൻ കൊടുത്താൽ, ബ്രിഡ്ജ് പണിയാൻ കോൺട്രാക്ടർ കൊടുത്താൽ ഇനി ഇവിടെ എന്ന് അക്കരെ എത്തുമെന്ന്, അതോ ഇനി ഇതിനേക്കാൾ വലിയ നോഗയുടെ പെട്ടകത്തേക്കാൾ വലിയൊരു പെട്ടകം പണിത് അതിനകത്ത് ജനത്തെ കയറ്റി ഞാൻ അക്കരെ കയറ്റുവാണോ? मूसा ने शायद इस प्रकार सोचा होगा, मुझे बचाने के लिए एक छोटा पेटी का जरूरत था पानी में, लेकिन मुझे जैसा सारे लोगों को बचाने के लिए कितने साल लेगा, कितना बड़ा पेटी का जरूरत होगा और कितना बड़ा पुल शायद बनाना पड़ेगा, कितना समय इसके लिए लेगा. ഇതൊന്നും അല്ല ശുശ്രൂഷ. वो नहीं है. നിന്റെ ചെങ്കട മുമ്പിൽ നിനക്കൊരു വെളിപ്പാട് വേണം. लाल समुद्र के किनारे उसके सामने एक മോശയോട് प्रकाशन ദൈവം की ചോദിക്കുക, നീ जरूरत है. രാത്രി മൊത്തം നിന്ന് കരയുന്നത് എന്തിനാണ്? मूसा से प्रभु ने पूछा, क्यों रात को यहाँ पर എടാ, खड़े ഈ होकर रोता ചെങ്കടലിനെ है? കീറി മുറിക്കാനുള്ള വെളിപ്പാട് നിന്റെ കയ്യിലുണ്ട്. क्योंकि लाल समुद्र को धोख करने का प्रकाशन और दर्शन आपके अंदर है. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് കർത്താവ് രാത്രി വെട്ടി. और उसी रात में एक स्वतंत्र एजेंसी के द्वारा एक बहुत बड़ा रास्ता वहां पर बनाया. കണ്ടിട്ടുണ്ടോ? പ്രൈവറ്റ് ലിമിറ്റഡ് റോഡിലൂടെ ആരെങ്കിലും വാഹനമായി വന്നാൽ ശിക്ഷിക്കപ്പെടും. और प्राइवेट लिमिटेड जो प्राइवेट एक रास्ता के द्वारा रास्ता के अंदर कोई गाड़ी लेकर आएगा तो वहां पर सजा मिलेगा.
പ്രൈവറ്റ് ലിമിറ്റഡ് ലോഡിൽ അനുവാദമില്ലാതെ വണ്ടി ഇറക്കരുത്. जो प्राइवेट और किसी व्यक्ति का एक पर्सनल जगह पर किसी गाड़ी वहां पर लेकर नहीं आ सकता है. മോശയ്ക്ക് വേണ്ടി ദൈവം വെട്ടിയ പ്രൈവറ്റ് ലിമിറ്റഡ് ലോഡിലേക്ക് ഫറവോൻ തന്റെ രഥമായിട്ട് ഇറങ്ങി. केवल मूसा के लिए और उनका लोगों के लिए बनाया गया रास्ता में फरोन और उनका सेना वहां पर आ गया. ഫറവോനെ നീ തെറ്റിപ്പോയി. फरोन तुम्हारे लिए गलत हो गया है. ദൈവം തന്റെ ജനത്തിന് വേണ്ടി വെട്ടിയ റോഡാണ്. जो परमेश्वर उनका लोगों के लिए बनाया वो सड़क है. ഈ റോഡിൽ അനധികൃതമായി വണ്ടി ഇറക്കിയാൽ നീ ശിക്ഷിക്കപ്പെടും. इस रास्ता पर तुम्हारा गाड़ी यहाँ पर लेकर आएगा तो सजा मिलेगा. ഹല്ലേലൂയ. हालेलुया. ഫറവോൻ ശിക്ഷിക്കപ്പെട്ടു. वो फरोन को सजा मिल गया. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മോശ മരിച്ചപ്പോൾ വടി മേടിച്ച് യോശുവയുടെ കൊടുത്തിട്ടില്ലല്ലോ. मैं इस प्रकार कहता हूं, जब मूसा मर गया वो लाठी लेकर यूशुआ का हाथ में नहीं दिया. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഇന്നലെ ഈ യോർദാനെ കുറിച്ച് പറഞ്ഞാണ് ഞാൻ ചിന്തിക്കുന്നത്. कल मैंने इस प्रकार बताया है. യോർദാന്റെ മുമ്പിൽ വടിയുടെ വെളിപ്പാടല്ല. योर्दान के सामने एक लाठी का दर्शन नहीं. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, इस प्रकार कहता हूं, ദൈവം രണ്ടാക്കി കൊടുത്ത ചെങ്കടലിൽ കാൽ വെച്ച ഫറവോന്റെ തലമുറ, മോശയുടെ തലമുറ ഒരാളും കനാനിൽ കാൽ വെച്ചില്ല. जो जिस व्यक्तियों के द्वारा लाल समुद्र दो हो गया है, उनका पीढ़ी, उनका किसी का पीढ़ी कनान देश में पहुंचा नहीं. മനസ്സിലായോ? समझ रहे हो? ദൈവം രണ്ടാക്കി കൊടുത്ത ചെങ്കടലിൽ കാൽ വെച്ച परमेश्वर जो लाल समुद्र दो करके दिया, उसके अंदर पैर रखा कोई भी व्यक्ति, उनका किसी का पीढ़ी അവരാരും കനാനിൽ കാൽ വെച്ചില്ല. कनान में नहीं पहुंचा. കനാൻ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. उनके द्वारा कनान कब्जा नहीं हुआ. ചെങ്കടൽ കണ്ടപ്പോൾ അവർ ആദ്യം ചോദിച്ചത് ശവക്കോട്ടയും ശവക്കുഴിയോ. और जब लाल समुद्र देखा तब सबसे पहले लोग ने इस प्रकार बोला, हमारे लिए कब्रिस्तान और हमें गाड़ने का जगह. ആ തലമുറയുടെ വായിൽ എന്തു വന്നു അത് അനുഭവിച്ച് തീർക്കുവാൻ ദൈവം അനുവദിച്ചു. उस पीढ़ी को अनुभव करने के लिए प्रभु ने अनुमति दिया. ആ ജനം മൊത്തം മരുഭൂമിയിൽ മരിച്ചു വീണു. मरुस्थल में सभी लोग खत्म हो गए. പക്ഷേ ഒരു പുതിയ തലമുറ പുറത്തു വരുന്നു. लेकिन एक नया पीढ़ी बाहर ഞാൻ ആ തലമുറയെ കുറിച്ച് പറയാനാണ് ഈ കോൺഗ്രസ് എല്ലാം കൊണ്ടുവരുന്നത്. उस नया पीढ़ी के बारे में बोलने के लिए അവർക്ക് വലിയ പാരമ്പര്യമൊന്നുമില്ല. और बहुत बड़े और रीति रिवाज नहीं. അവർക്ക് സംഘടനയുടെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. और बोलने के लिए बहुत बड़ा संस्था और उनका रीति नहीं है. അവർക്ക് ഗ്രാജുവേഷൻ ഓർഡിനേഷനും ഇല്ല. दिशा और ऑर्डिनेशन तो नहीं है. അവർക്ക് വോട്ടും തോട്ടും ഇല്ല. और वोट नहीं है. അവർക്ക് ഗ്രൂപ്പും പാനലും ഇല്ല. और किसी प्रकार का ग्रुप नहीं है. അവർക്കൊന്നുമില്ല. कुछ भी नहीं. അവർക്ക് കർത്താവേ ഉള്ളൂ. केवल मसीह. അവർ കർത്താവേ ഉള്ളൂ. और केवल मसीह है. ആ തലമുറ കനാൻ പിടിച്ചു. उस पीढ़ी कनान देश कब्जा किया. അടുത്ത തലമുറ ഇന്ത്യയെ പിടിക്കും. दूसरे पीढ़ी भारत को कब्जा അടുത്ത തലമുറ करेगा. രാജ്യത്തെ പിടിക്കും. हमारा देश को कब्जा करेगा. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഞാൻ മസീഹ് മണ്ഡലി പറഞ്ഞിട്ടുള്ള ദൂതാണിത്. मसीह मंडली में मैंने बताया हुआ वाणी है. ഇന്നൊരു വലിയ ജനക്കൂട്ടം ഉണ്ടല്ലോ. एक बहुत बड़ा झुंड यहाँ पर है. ആ യോർദാനിലേക്ക് അടുത്ത തലമുറ സ്തോത്രം അവർ ഒന്നും നോക്കിയില്ല. യോർദാൻ കണ്ടപ്പോൾ യോർദാന്റെ കയത്തിൽ ഇറങ്ങി ചാടി. योर्दान को जब देखा, ये नया पीढ़ी कुछ भी नहीं देखा, योर्दान के अंदर की ओर कूदा. കയത്തിൽ ചാടുന്ന ഒരു തലമുറ വേണം. उसका गहराई की ओर कूदने वाला एक पीढ़ी. ആ കയം കാണുമ്പോൾ മാറി നിന്ന് വിലപിക്കുന്ന കരയുന്ന ഒരു തലമുറയല്ല. യോർദാന്റെ കയം കണ്ടപ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കയത്തിൽ കാല് വെച്ചു. गहराई को देखकर बाहर खड़े होकर, साइड में खड़े होकर रोने वाला एक पीढ़ी नहीं है, उसके अंदर के ओर उतरने वाला एक पीढ़ी. ഞാൻ പറയട്ടെ, യോർദാന്റെ കയത്തിൽ കാല് വെച്ച പുരോഹിത തലമുറ അടുത്ത കാല് വെച്ചത് कनानिल काल बच्चू. जो जिस पीढ़ी इस जर्दान के गहराई पर पैर रखा है, वो पीढ़ी आगे कनान की ओर भी पैर रखा है. നിങ്ങൾ പിടിച്ചെടുക്കും. तुम कब्जा करें. നിങ്ങൾ പോരാളികളാണ്. आप योद्धा है. നിങ്ങൾ ജയാളികളാണ്. आप जयवंत लोग हैं. നിങ്ങൾ മഹത്വത്തിൽ സഞ്ചരിക്കുന്നവരാണ്. जो महिमा में चलने वाला है. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരാണ്. पवित्र आत्मा का उपस्थिति को महसूस करने वाला है. ആത്മാവിനെ കെടുത്താത്തവരാണ്. आत्मा को नहीं बुझाते हुए लोग हैं. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കാത്തവരാണ്. पवित्र आत्मा को निंदा नहीं करते हुए लोग हैं. പരിശുദ്ധാത്മാവിനെ വ്യാജം കാണിക്കാത്തവരാണ്. पवित्र आत्मा को कपड़ नहीं करते हुए लोग हैं. പരിശുദ്ധാത്മാവിനെ ദുഷിക്കാത്തവരാണ്. जो इसी प्रकार को निंदा नहीं करता है. ആത്മീയ തലമുറയാണ്. आत्मा का पीढ़ी है. അതുകൊണ്ടാണ് നിങ്ങൾ അപ്പോസ്തല അഭിഷേകത്തിൽ ചലിക്കേണ്ടവരാണ്. आत्मिक और प्रेरितों का अभिषेक में चलने वाला पीढ़ी. ഒരു പക്ഷേ നമുക്ക് നിയമം എതിരായിരിക്കാം. നിയമം, शायद नियम हमारे खिलाफ होंगे. നാടുവാഴികളും ഭരണാധികാരികളും എതിരായിരിക്കാം. हमारे अधिकारी हमारे खिलाफ होंगे. ലോകത്തിന്റെ തത്വശാസ്ത്രം എതിരായിരിക്കാം. दुनिया का हर प्रकार का सिद्धांत हमारे खिलाफ होंगे. ഇന്ന് പാൽക്കാലം പറയട്ടെ, മുഴുവൻ സ്വർഗ്ഗം നിങ്ങൾക്ക് അനുകൂലമാണ്. लेकिन मैं आपको याद दिलाना चाहता हूँ, हमारा स्वर्ग हमारे लिए अनुकूल है. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. परमेश्वर हमारे लिए अनुकूल है. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് പ്രതികൂലം എന്തെല്ലാം ഉണ്ടെന്നല്ല ചോദിച്ചത്. इसलिए प्रेरित पौलुस आपका समस्या क्या है करके नहीं पूछा. നിങ്ങളുടെ പ്രതികൂലത്തിന്റെ പട്ടിക പറയാനല്ല പറഞ്ഞത്. आपका प्रतिकूल वातावरण का लिस्ट नहीं मांगा. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, परमेश्वर हमारा अनुकूल है तो നമുക്ക് പ്രതികൂലം ആരാണ്? हमारा खिलाफ कौन खड़ा रहेगा? ഹല്ലേലൂയ. हालेलुया. ദൈവം സ്ട്രാറ്റജി മാറ്റുന്നു.
परमेश्वर हर प्रकार का पद्धति बदलता है। മോശയുടെ കാലഘട്ടത്തിൽ ദൈവം സ്ട്രാറ്റജി മാറ്റി. मूसा का समय का स्ट्रैटेजी परमेश्वर ने बदलाया। ഞാൻ ഇവിടെ പറയാം പ്രിയമുള്ളവരെ, 7 വർഷം കൊണ്ട് 7 साल में 7000 പടയാളികളും പണിക്കാരും ഒന്നിച്ച് പണിതതാണ് യെരിഹോവിന്റെ വൻമതിൽ. 7000 लोग 7 साल मिलकर खड़ा किया जेरिको दीवार। 7 വർഷം കൊണ്ട് 7 साल 700-ലധികം പോരാളികൾ ഒന്നിച്ച് പണിതതാണ് യെരിഹോവിന്റെ വൻമതിൽ. 700 से अधिक लोग मिलकर खड़ा किया जेरिको दीवार। ദൈവദാസന്മാരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, प्रभु का दास लोग में इस प्रकार का होता हो, ഒട്ടും ബലം പ്രയോഗിക്കണ്ട കേട്ടോ. किसी प्रकार का और सामर्थ्य उसमें दिखाना नहीं, നിങ്ങളുടെ സാമർത്ഥ്യം ഒന്നും വേണ്ട. आपका शक्ति नहीं दिखाना है। നിങ്ങൾ പത്രോസ് നോക്കിയേ. पत्रोस को देखो, ദാണ്ടെ കഴിഞ്ഞ പെസഹയിൽ കർത്താവിനെ ശുശ്രൂഷിച്ച കൈയായത്. और पिछले पसहा पर्व में मसीह का सेवकाई किया हुआ हाथ है। കഴിഞ്ഞ വർഷത്തെ പെസഹയിൽ യേശുവിനെ ശുശ്രൂഷിച്ച കൈയിലാണ് ഇപ്പോൾ വില കിട്ടുന്നത്. पिछले साल मसीह पसहा पर्व में मसीह को सेवकाई किया हाथ में अभी जंजीर डाला है। നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ? समझ रहे आप? ഒരു ദൈവം ഉണ്ടെന്ന് പറയുക. एक परमेश्वर करके बता रहा है। കഴിഞ്ഞ വർഷം കർത്താവിനെ ശുശ്രൂഷിച്ച പെസഹ നടത്തിയ വ്യക്തിയാണ് ഇപ്പോൾ കെട്ടപ്പെട്ടവനായി കാരാഗൃഹത്തിനകത്ത് കിടക്കുക. पिछले साल मसीह को सेवकाई किया, उस हाथ में जंजीर के साथ अभी बंदीगृह के अंदर पड़ा है। വേറെ വലിയ വിഷയമൊന്നുമില്ല. നാളെ രാവിലെ കഴുത്തിൽ നിന്ന് തല പോകുന്നുള്ള വിഷയമുള്ളൂ. മറ്റു വലിയ വിഷയമൊന്നുമില്ല. बहुत बड़ी समस्या नहीं है, कल जब सुबह हो जाएगा गर्दन के ऊपर सिर नहीं रहेगा, उतना ही है। മറ്റു നമ്മുടെ കൂട്ടുള്ള വിഷയമൊന്നുമില്ല. നാളെ മുതൽ കഴുത്തിന് മീതെ തലയില്ല. कल से हमारा जैसा नहीं है, कल सुबह से गर्दन के ऊपर सिर नहीं होगा। പക്ഷെ എന്നിട്ടും എന്റെ തലേ രാത്രി ഭയങ്കരമായിട്ട് ഉറങ്ങി. लेकिन पिछले रात अच्छा से सोया, എന്നിട്ടും എന്റെ തലേ രാത്രി ഉറക്കം. और इतना एक बहुत बड़ी समस्या फिर भी अच्छा से सोता। ഞാൻ പലയിടത്തും ചോദിക്കാറുണ്ട്, ഈ പത്രോസിനെ കാരാഗൃഹത്തിൽ വിടുവിച്ചത് ആരുടെ പ്രാർത്ഥന കൊണ്ടാണ്? मैं हमेशा पूछते हैं किसका प्रार्थना के द्वारा पत्रोस को बंदी गुहा से छुड़ाया गया? ആരുടെ പ്രാർത്ഥന കൊണ്ടാണ്? किसका प्रार्थना? ആരുടെ പ്രാർത്ഥന കൊണ്ടാണ് പത്രോസ് വിടുവിക്കപ്പെട്ടത്? किसका प्रार्थना के द्वारा पत्रोस छुड़ाया गया? दास लोग किसका? സഭയുടെ പ്രാർത്ഥന കൊണ്ട്. कलीसिया का प्रार्थना। നിങ്ങളുടെ ഉത്തരത്തെ ഞാൻ വിരോധിക്കുന്നില്ല. आपका जवाब उसके खिलाफ नहीं हो, പക്ഷെ നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥിച്ച സഭയുടെ മുമ്പിൽ പ്രാർത്ഥനയുടെ മറുപടി കർത്താവ് കൊണ്ട് നിർത്തി. आप जो बोला है, जो उस जवाब जो कलीसिया प्रार्थना किया यहाँ पर उसके सामने जवाब को लेकर आया। ഞാൻ പറയുന്നത് സഹിഭാഷ ഏത് വാതിൽ തുറക്കും, പക്ഷെ സഭയുടെ വാതിൽ തുറക്കാൻ സിവിഭാഷ പാടാ. मैं हमेशा बोलते हैं किसी प्रकार का दरवाजा खुलेगा, लेकिन कलीसिया का दरवाजा खोलना मुश्किल है। ജയിലിന്റെ ഏത് വാതിലും തുറക്കും, കാരാഗ്രഹത്തിന് എല്ലാ മുറിയുടെ വാതിലും തുറക്കും, പട്ടണത്തിലെ ഇരുമ്പ് വാതിൽ സ്വതയെ തുറക്കും, പക്ഷെ എത്ര അടിച്ചാൽ ഇത് തുറക്കത്തില്ല. जेल के अंदर जो अंदर पड़े थे वहां का जेल का हर प्रकार का दरवाजा खुल गया। शहर पर आया, वहां पर जो लोगन का बहुत बड़ा दरवाजा खुल गया, लेकिन कलीसिया के सामने आया, वहां का दरवाजा पर खटखटाता है, वो नहीं खुलता है। പത്രോസിന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ ഞാനാന്നിരിക്കട്ടെ. पत्रोस का छुटकारा के लिए प्रार्थना करने वाला व्यक्ति मैं हूं करके कल्पना करो। ഈ കഥവ് തട്ടിയപ്പോൾ ഈ പത്രോസ് ഈ പാസ്റ്റർ പറഞ്ഞു, ഒരു കൊച്ചു പെൺകുട്ടി വിട്ടിട്ട് പറഞ്ഞു, ആരോ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, കഥ തുറക്കാൻ പറഞ്ഞു. और यहाँ पर जो प्रार्थना कर रहे थे तब खटखटाया। इस आवाज सुनकर प्रभु का दास ने बोला, एक लड़की को बेचकर बोला कोई खटखटाता है। ഒരു കൊച്ചു പെൺകുട്ടി പോയി കഥ തുറന്നപ്പോൾ നോക്കണേ കണ്ടോ, പ്രാർത്ഥന വിഷയത്തിന് മറുപടി അവിടെ നിൽക്കുന്നു. और एक छोटी लड़की जाकर जो दरवाजा खोल रहे थे, तब समझ भी आया हम जिस विषय के लिए प्रार्थना करते वो जवाब वहां पर खड़े ആ हैं। കുട്ടി സന്തോഷത്തോടെ എന്നോടൊന്ന് പറഞ്ഞു, പക്ഷേ പ്രാർത്ഥന നിർത്താ, നമ്മുടെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി പത്രോസ് എഴുതിക്കുന്നത് वो പറഞ്ഞു. लड़की आकर बोला पास्टर प्रार्थना बंद करो, हमारा प्रार्थना का जवाब पत्रोस वहां पर आ गया। എന്നെ പോലുള്ള പാസ്റ്റർ എന്ന് പറഞ്ഞു, നിനക്ക് ഭ്രാന്താന്ന്. मेरा जैसा पास्टर ने कहा है तुम तो पागल है, നിനക്ക് ഭ്രാന്താന്ന്. पागल है। പത്രോസിന് പോലും അറിയാം ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് പത്രോസ് ഈ പാസ്റ്റർക്ക് പോലും അറിയാം ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് പത്രോസ് വിടുവിക്കപ്പെടത്തില്ലെന്ന്. और क्योंकि ये पास्टर को तो भी पता था कि अधिकारी लोगों का हाथ से पत्रोस को छुड़ाना मुश्किल है, नहीं होगा। ആ കുട്ടി വീണ്ടും പറഞ്ഞു, അല്ല ഞാൻ നേരിട്ട് കണ്ടു. ഉടനെ ആ പാസ്റ്റർ പറയുക, പത്രോസ് അല്ലായിരിക്കും, പത്രോസിന്റെ ഒരു ദൂതനായിരിക്കും. और वो लड़की ने बोला है सचमुच मैंने देखा वो तो पत्रोस है, लेकिन प्रभु का दास बोलते हैं वो पत्रोस नहीं होगा, उनका जैसा कहीं दूध होगा। നിങ്ങൾ പറഞ്ഞ സഭയുടെ വെളിപ്പാട് ഇത്രയേ ഉള്ളൂ. और तुम बोलते हैं कलीसिया का दर्शन केवल इतना ही പക്ഷെ है। പത്രോസ് ശരി സഭ പ്രാർത്ഥിച്ചു, പക്ഷെ പത്രോസ് പുറത്തു വന്നത് ആ രാത്രിയിൽ തന്നെ ഉറക്കമാണ്. और उस रात को पत्रोस को अच्छा नींद आया है। തനിക്കറിയാം, ഇന്നും നാളെയും ഈ കയ്യിൽ ഈ ചങ്ങല കൊണ്ട് എന്റെ കരങ്ങൾ പൂട്ടിയാലും നാളെ കഴുത്തിൽ നിന്ന് തലയെടുക്കാൻ ഹെരോദാവിന് കഴിയത്തില്ല. और पत्रोस को इस प्रकार पता था कि मेरा हाथ तो जंजीर में है, कोई प्रॉब्लम नहीं है, लेकिन मैं जानता हूं कल सुबह मेरा सिर उठाना इनसे नहीं होगा। Praise the Lord. हालेलुया।
Praise the Lord. Praise the Lord. ആ ജയിലിനകത്ത് വന്ന ദൂതൻ उस जेल के अंदर स्वर्गदूत उतरा, പത്രോസിനെ പുറത്തെടുത്തു. पत्रोस को बाहर लेकर आया. കേട്ടോണേ കണ്ടോണേ, सुनिए सुनिए, നീ ദൂതിന്റെയും പിന്നാലെയാണെങ്കിൽ, നീ ദൂതിന്റെയും तुम दूधन का और वाणी का पीछे है तो, ശരിയാണോ? നീ ദൂതിന്റെയും പിന്നാലെയാണെങ്കിൽ, जो केवल दूध और मिलते हुए वाणी का पीछे है तो, ഏത് വാതിലും നിന്റെ മുമ്പിൽ തുറക്കും. किसी प्रकार का बंद दरवाजा आपके सामने ഒരു खुलेगा. ബലവും പ്രയോഗിക്കാൻ പോകണ്ട. वहां पर किसी प्रकार का शक्ति प्रकट करने का കരങ്ങളെ തട്ടി नहीं. ദൈവത്തിന് സ്തോത്രം ताली ചെയ്താൽ बजाकर प्रभु का धन्यवाद करें. ഞാൻ നിങ്ങളോട് പറയാം, 24 മണിക്കൂറിനകത്ത് പത്രോസിന്റെ തല എടുക്കുമെന്ന് പറഞ്ഞ ഹെരോദാവ്, പത്രോസിന്റെ തല പോയില്ല. പിറ്റേന്ന് ഏത് മനുഷ്യനും മരിച്ചിട്ടാണ് കൃമിക്കിരയാകുന്നത്. പക്ഷെ കൃമിക്കിരയായി ഹെരോദാവ് പ്രാണനെ വിട്ടു. 24 घंटा के अंदर पत्रोस का सिर काटा जाएगा करके वहां पर बताया, लेकिन जिन्होंने कहा है, हम ध्यान रखना है, सारे लोग मरने के बाद कीड़ा पकड़ता है, लेकिन जिन्होंने बोला वो कीड़ा पकड़कर मर गया है. ഒരു ദൈവമുണ്ട്, एक परमेश्वर है, ഒരു കർത്താവുണ്ട്, एक मसीह है, ഒരു രക്ഷകനുണ്ട്, एक छुड़ाने वाला है, ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, एक रक्षक है, ഒരു പിതാവുണ്ട്, एक पिता है. ഒരു സ്വർഗ്ഗം നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. स्वर्ग हमारे लिए इंतजार कर रहा है. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. हाथ उठाकर धन्यवाद करें. ഹല്ലേലൂയ. हालेलुया. എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും ഇത് എന്റെ സമയമാണെന്ന്? कितने लोग विश्वास करते हैं ये मेरा वक्त है, നമ്മുടെ ശുശ്രൂഷയുടെ സമാപന 10 മിനിറ്റ്. हमारा सेवकाई का समाप्ति का समय. ഇത് സ്തോത്രം, വടിയുടെയും പെട്ടകത്തിന്റെയും കാഹളത്തിന്റെയും വാളിന്റെ ഒക്കെ സമയം കഴിഞ്ഞു കേട്ടോ. लाठी का, पेटी का और तुरफी का समय हो चुका है. ഞാൻ പറഞ്ഞു, എരിഹോ കോട്ടയുടെ മുമ്പിൽ ബലമൊന്നും പ്രയോഗിച്ചില്ല. यरीहो दीवार के सामने उनका सामर्थ्य नहीं दिखाया. 7 ദിവസം കൂടെ നടന്നു. 7 दिन वहां पर घुमा. 7ാം ദിവസം 7 പ്രാവശ്യം. 7वें दिन 7 बार. 7 വർഷമൊന്നും എടുത്തില്ല. 7 साल नहीं लिया. 7000 പടയാളികൾ വേണ്ടായിരുന്നു. वो 7000 लोग नहीं चाहिए था. പെട്ടകച്ചവന്ന പുരോഹിതന്മാർ നടന്നു. और सारे याजक लोग, सब लोग, पुरोहित लोग वहां पर घुमा. പ്രശ്നം കൂടുമ്പോൾ, നിങ്ങൾ പ്രതികൂലങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ പരിശ്രമോ അധ്വാനോ കൂടുതൽ വേണ്ട, അവിടെ ദൈവം ഇറങ്ങും. और जब समस्या बढ़ जाता है, आपका शक्ति दिखाना नहीं, वहां पर परमेश्वर उतरेगा. എത്ര കെട്ടിപ്പൊക്കിയാലും താഴെ പോകും. कितना भी बड़ा बांधो नीचे गिरेगा. ഏത് എരിഹോവിന് പൻപോതിനും താഴെ പിടിയും. जितना बड़ा जरीहो हो वो तो गिर जाएगा. ഏത് പാതാള ഗോപുരം താഴെ പോകും. कितना भी बड़ा, बहुत बड़ा अधोलोक का फाटक हो वो तो भी गिर जाएगी. ഏത് ബാബേലിന്റെ ഉയർച്ച താഴെ വരും. वो किसी प्रकार का दरवाजा है तो भी वो गिर जाएगा. ഞാൻ ദേവദാസന്മാർ വലിയ വെളിപ്പാട് പറയാം. एक दर्शन. എല്ലാ ദേവദാസന്മാർ കേട്ടോണം. सारे प्रभु का दास लोग सुनिए. 2 പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 काम बांध काम हो रहा ഒന്ന് है. ബാബേലിന്റെ പണി നടക്കുന്നു, बाबेल का काम, 2 സിയോന്റെ പണി നടക്കുന്നു. सियोन का काम. നിങ്ങൾ ഏത് പണിക്കാരനകത്താണ് നിൽക്കുന്നത്? कौन सी काम में आप खड़ा है? മണവാട്ടി സിയോനിൽ എത്തുന്നു. और दुल्हन सियोन में पहुंचेगी. എതിർ ക്രിസ്തുവിനെ മണവാട്ടിയെ ബാബേലിൽ എത്തിക്കുന്നു. जो और खिलाफ जो अंधी क्रिस्त का लोगों को बाबेल में लेकर जाएंगे. ബാബേലിന്റെ പണി മണ്ണ് കൊണ്ടാണ്. जो बाबेल का बांध काम मिट्टी से होती है. കൂടെ ഉണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? साथ में है क्या आप लोग? അതോ വിശപ്പ് കയറിയോ? और भूख लगते हैं. സമാപന മിനിറ്റുകളാണ് ഏറ്റവും കൂടുതൽ തരുന്നത്. और समाप्ति का समय पर ज्यादा मिलता है. സഹിച്ചാൻ പറഞ്ഞ എത്ര കൂടുതൽ കൊടുക്കട്ടെ. ബാബേലിന്റെ പണി മണ്ണ് കൊണ്ടാണ്. बाबेल का काम मिट्टी से. ആദ്യ മനുഷ്യനോട് പറഞ്ഞു, നീ മണ്ണായി തീരുവെന്ന്. आदिम इंसान से इस प्रकार कहा तो मिट्टी बन जाए. ആദാമിനോട് പറഞ്ഞു, പാപം ചെയ്തതിനു ശേഷം പറഞ്ഞു, നീ മണ്ണാകുമെന്ന് പറഞ്ഞു. आदम से कहा पाप किया तो मिट्टी बन जाए. ഈ മണ്ണാണ് പാമ്പിന് കൊടുത്തത്. इस मिट्टी പാമ്പിന് കഴിക്കാൻ കൊടുത്തു. और सांप को खिलाने के लिए दिया. ഈ ആദാം അങ്ങനെ പാപം ചെയ്ത് വീഴ്ച സംഭവിച്ച് പാമ്പിന്റെ വയറ്റിൽ കയറി. इस आदम पाप किया और गिर गया, सांप के अंदर गया. ഏതെങ്കിലും അത് ചെറിയ പാമ്പായിരുന്നു. एदन में एक छोटा सांप था. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ ചെറിയ പാമ്പല്ല, लेकिन प्रकाशित वाक्य में छोटा सांप नहीं, ഒരു വലിയ മഹാസർപ്പം. एक बहुत बड़ा सांप. ഇത് 2 വലിയ പോരാട്ട ശക്തികളാ. 2 प्रकार का सामर्थ है. കന്യകയുടെ മണവാട്ടിയുടെ ഉൽപ്രാവണത്തിന് മുമ്പേ, और कलीसिया का और दुल्हन का उत्प्रावन के पहले. എന്താ ശുശ്രൂഷ എന്ന് പറയാൻ വരുവാ? आपका सेवकाई क्या करके बताने के? പാട്ട് പാടി സ്തോത്രാർച്ചന എടുത്ത് ആശംസ പറഞ്ഞ് പ്രശംസ പറഞ്ഞ് വീട്ടിൽ പോകുന്ന പരിപാടിയല്ല ഇത്. केवल 2-3 गीत गाकर दान लेकर और समाप्त करने वाला नहीं है सेवकाई. മണവാട്ടി ബാബേലിനെ തകർത്തോണ്ടിരിക്കുക. ये जो और दुल्हन इस सांप को खत्म कर रहा है. ഏതെങ്കിലും വീഴ്ച സംഭവിച്ച ആദാമിനോട് പറഞ്ഞു, മണ്ണാകുമെന്ന് പറഞ്ഞു. जो आदम में जो गिर गया, आदम से कहा तो मिट्टी है. കാരണം അബ്രഹാം കൽദേ ദേശത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പേ, और अब्राहम कल्दे देश से बाहर
बाहर आने के पहले, ഇത് ഇതുവരെ മസീഹ് മണ്ഡലി പറഞ്ഞിട്ടില്ല. अभी तक मसीह मंडली में मैंने बताया ഞാൻ 2019 പ്രസംഗിക്കുക. और 2010 से मैं यहाँ पर प्रचार करता പല हूँ വർഷങ്ങളായി പ്രസംഗിച്ചു. और कई साल से मैंने प्रचार ഇതുവരെ किया। പറയാത്തൊരു കാര്യം പറയാം. अभी तक मैंने नहीं बोला एक बात है। ഈ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ उत्पत्ति उसका 11 अध्याय में വീഴ്ച സംഭവിച്ച മനുഷ്യൻ പോകുന്ന മണ്ണാണ്. जहाँ पर जो इंसान गिर गया वो मिट्टी बन गई, മണവാട്ടിയുടെ പണി തേജസ്സിലാണ്. लेकिन और दुल्हन का काम और उसका महिमा में काम है। മണവാട്ടിയുടെ പണി തേജസ്സിലും മഹത്വത്തിലുമാണ്. जो और दुल्हन का काम जो महिमा में होते हैं, ഈ മണവാട്ടിയെ തേജസ്സുകൊണ്ട് അലങ്കരിക്കുന്നതിന് മുമ്പേ इस दुल्हन को महिमा से प्रकाशन करने के पहले നിമ്രോദിന്റെ നേതൃത്വത്തിൽ निम्रोद का नेतृत्व में ഈ മണ്ണ് സ്വർഗ്ഗത്തിൽ കയറ്റാൻ പണി നടത്തി. ये मिट्टी स्वर्ग तक पहुंचाने का काम होता है। അവർക്ക് മനസ്സിലായി ഈ മണ്ണ് സ്വർഗ്ഗത്തിൽ കയറ്റി. ये मिट्टी स्वर्ग तक, മണ്ണ് കൊണ്ട് എന്താ പണിതത്? मिट्टी से क्या होते हैं? മണ്ണ് കൊണ്ട് അവർ ഇഷ്ടിക ചുണ്ണ ഈ ഇഷ്ടിക ഉണ്ടാക്കി ഈ മണ്ണ് ഗോപുരമാക്കി സ്വർഗ്ഗത്തിലോളം എത്തുന്ന मिट्टी ईट बनाकर वो तो एक बहुत बड़ा इमारत खड़ा कर रहा है। ഈ കെട്ടിപ്പൊക്കുന്നതാണ് പ്രസ്ഥാനം. इसी प्रकार का हर प्रकार का संस्थाओं को बड़ा करते हैं। ഈ കെട്ടിപ്പൊക്കുന്നതാണ് പ്രസ്ഥാനം. इसी प्रकार का मिट्टी के द्वारा संस्थाओं को खड़ा करते हैं। പേര് കൊണ്ടുവരുന്നതാണ് പ്രസ്ഥാനം. जो नाम कमाते हैं वही संस्था है। ദൈവത്തിന്റെ സഭ പ്രസ്ഥാനമല്ല. परमेश्वर का कलीसिया एक संस्था नहीं അത് है। മണവാട്ടിയുടെ സഭയാണ്. वो और कलीसिया परमेश्वर का है। അത് വെളിപ്പാടിൽ ചലിക്കുന്ന തലമുറയാണ്. जो प्रकाशन में चलते फिरते एक पीढ़ी അത് है। പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു തലമുറയാണ്. वो पवित्र आत्मा से भरपूर सर चलने वाला पीढ़ी है। हालेलुया। हालेलुया। എന്തിനാ ഇവിടെ ബാബേൽ പൊങ്ങുന്നതെന്ന് അറിയാമോ? क्यों यहाँ पर बाबेल को खड़ा करते हैं? എന്തിനാ ഈ ബാബേൽ മണ്ണ് കൊണ്ട് പൊങ്ങുന്നത്? क्यों मिट्टी से बाबेल को खड़ा करते हैं? പൊക്കി പൊക്കി പണിത് കയറ്റുവാ. और इतना बड़ा बड़ा ऊंचा बना के खड़ा करता है। ഇന്ന് ഇന്ത്യയിലെ മിഷൻസും പ്രസ്ഥാനവും ഓർഗനൈസേഷനും ആ നേതാക്കന്മാരെല്ലാം വികസന ഡെവലപ്മെന്റ് ആണ് പറയുന്നത് കെട്ടിടത്തിന്റെ. भारत का कलीसिया का बढ़ोतरी के लिए काम करते हैं, लेकिन हर एक संस्था यही डेवलपमेंट और बढ़ोतरी बोलते हैं इमारत का। കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ ഒത്തിരി അമേരിക്കൻ പണത്തിൽ നമ്മൾ കെട്ടിടം പണിതു, പക്ഷെ മഹത്വം ഇറങ്ങിപ്പോയി. पिछले 30 साल बाहर का पैसा से बहुत कार्य काम किया, लेकिन महिमा चले गई है। മഹത്വം ഇറങ്ങിപ്പോയി. महिमा चले गई है। മഹത്വം ഇറങ്ങിപ്പോയി. महिमा चले गई है। കെട്ടിടമുണ്ട്, इमारत तो है, സ്ട്രക്ചർ ഉണ്ട്, वो स्ट्रक्चर तो है, ഓർഗനൈസേഷൻ ഉണ്ട്, जो संस्था तो है, ലീഡർഷിപ്പ് ഉണ്ട്, जो अगुवापन तो പക്ഷെ है, മഹത്വം പോയി. लेकिन महिमा ഇന്ന് नहीं। പെട്ടകൻ ദാഗോന്റെ ക്ഷേത്രത്തിലാണ്. और आज संदूक दाहोन का और उसका मंदिर के अंदर है। അടുത്തൊരു തലമുറയില്ല. एक दूसरी पीढ़ी नहीं, നിരന്തരം പരാജയമാണ്. हमेशा हर जाता है। ജനിക്കുന്ന തലമുറ പോലും മുടത്തിപ്പോയി. जो पैदा होते हैं वो पीढ़ी भी लकवा हो गया। അപ്പോസ്തല അതോറിറ്റി പോയി. जो प्रेरितों का अभिषेक चले गई है, പ്രവാചക ശാസ്ത്രങ്ങൾ പോയി. भविष्यवक्ता का शासन तो चले गए, സുവിശേഷകന്റെ ആത്മാവ് പോയി. सुसमाचार सुवार्थी का आत्मा चले गए, ഇടയന്റെ ഹൃദയം പോയി. जो एक पास्टर का दिल तो चले गई है, ഉപദേഷ്ടാവിന്റെ വരം പോയി. शिक्षक का अवस्था चली गई है। പക്ഷേ മസീഹ് മണ്ഡലി അസോസിയേഷൻ തിരിച്ചു പിടിക്കും. मसीह मंडली एसोसिएशन ये सारी बातों को वापस लेकर എന്നെ आएगा। കേൾക്കുന്ന തലമുറ തിരിച്ചു പിടിക്കും. ये पीढ़ी सारी बातों को लेकर ഈ आएगा। വർഷത്തെ തലമുറ തിരിച്ചു പിടിക്കും. ये पीढ़ी सबका वापस कब्जा करेगा। ആ ബാബേലിനെ പൊളിച്ചിട്ടാണ് അബ്രഹാമിനെ പുറത്തെടുത്തത്. बाबेल को खत्म कर कर अब्राहम को बाहर लेकर आया। ഒരു തലമുറ പുറത്തു വരിക. एक पीढ़ी बाहर आ रहा है। അതുകൊണ്ടാണ് ബാബേലിനെ ജനത്തിന് കാണിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപുരം വേണം. बाबेल का पीढ़ी को दिखने वाला एक इमारत का जरूरत है। പക്ഷെ അബ്രഹാമിനെ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു കാണിക്കാൻ കണ്ണുകൊണ്ട് കാണാനൊന്നുമില്ലെന്ന് പറഞ്ഞു. अब्राहम को कहा है दिखाने के लिए कुछ नहीं है। ये कन्नड़- आंख ये आंख से शारीरिक आंख से देखने के लिए दिखाने के लिए कुछ नहीं, കാണിപ്പാനിരിക്കുന്നത് लेकिन दिखाने वाले ആത്മലോകം ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല, आत्मिक दुनिया ये शारीरिक ഈ नेत्र से ഹൃദയദൃഷ്ടി देखने കൊണ്ട് वाले, കാണുന്നതാണ്. हमारा दिल के अंदर के नेत्र से देखने वाले। हालेलुया, हालेलुया, हालेलुया. हालेलुया। അതാത് സ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. सभी लोग एक साथ हम खड़े हो जाएंगे, എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിന്നോട്ടെ. सारे लोग खड़े हो जाएंगे। പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുകയാണ്. पवित्र आत्मा मुझे बोझ दे रहा है। പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലിപ്പിക്കാൻ പോവുകയാണ്. पवित्र आत्मा आपको बीच में अलम छलम हो रहा है। അടുത്തൊരു 4-5 മിനിറ്റ്, ഒരു പ്രധാനപ്പെട്ട 5 മിനിറ്റ് आगे का 5 मिनट എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്? कैसे पवित्र आत्मा का काम। ദേവദാസ് എന്നോട് സഹകരിക്കണം പ്ലീസ്. सारे प्रभु का दास लोग मेरे साथ जुड़ जाइए। നിങ്ങൾ ഈ സമയത്ത് ഇറങ്ങി പോകരുത്. कोई यहाँ से जाना नहीं। എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ്? पवित्र आत्मा का अलम छलम। ഞാൻ അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായമുണ്ട്, ഒരു 28 പ്രാവശ്യം വായിച്ചു കാണും. प्रेरितों का काम 28 अध्याय में शायद 28 बार मैंने पढ़ा होगा। ആരും ഈ പന്തൽ വിട്ട് പോകേണ്ട സമയമല്ല ഇത്. कोई भी ये मंडप छोड़कर जाने का समय नहीं है, कोई नहीं जाना है। യോഗം അവസാനിപ്പിച്ചിട്ടില്ല. और हमारा सभा समाप्त नहीं हुआ। ഞാൻ ആത്മാവിന്റെ പകർച്ചയിൽ വിശ്വസിക്കുന്നു. आत्मा का उंडेलने पर मैं विश्वास करता हूँ। പരിശുദ്ധാത്മാവിനെ ഒഴുക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. पवित्र आत्मा का बहने पे मैं विश्वास करता हूँ। അവൻ യെഹെസ്കേൽ 47 ആണ് വായിച്ചത്. यहस्केल
യെഹെസ്കേൽ പുസ്തകം 47 വായിച്ചത്. यहेजकेल और 47 हमने पढ़ा, അവിടെ ഒഴുകുവാണ്, वहां पर तो बह रहा है ഉമ്മരപ്പടിയിൽ ചെറുതായിട്ട് ഒഴുകുവാണ്, और थोड़े थोड़े वहां पर दरवाजा, ഒഴുക്ക് നിൽക്കുന്നില്ല, और वहां पर समाप्त नहीं വെള്ളം होता, ഒഴുകുന്നു, और भी बह रहा है, കാറ്റടിക്കുന്നു, और हवा लग रहा है, അതുപോലെ ആത്മാവ് ചലിക്കുന്നു. वो आत्मा चलता है, ചെറിയ ഒഴുക്കാണെങ്കിലും और छोटा से കുറച്ച് बोलता മുൻപോട്ട് പോയപ്പോൾ है। और जब आगे बढ़ा നരിയാണിയെ തൊട്ടു, और पाँव तक आया, വീണ്ടും മുൻപോട്ട് പോയപ്പോൾ और भी आगे बढ़ा, മുട്ടയിൽ തൊട്ടു, वो घुटना तक है, കുറച്ച് മുൻപോട്ട് പോയപ്പോൾ और भी आगे बढ़ा, വെള്ളം വീണ്ടും ഒഴുകിയാണ്. और भी पानी बहते हैं, 1000 മടങ്ങ് മുൻപോട്ട് പോയപ്പോൾ और जब थोड़ा और आगे बढ़ा, നരിയാണിയുടെ അവസ്ഥ മാറി, और पाव की अवस्था बदल गया, മുട്ടോളം അവസ്ഥ മാറി. जो घुटना की अवस्था बदल गया, വീണ്ടും മുൻപോട്ട് പോയപ്പോൾ और भी आगे बढ़ा അരയോളമായി. कमर तक, എനിക്കിപ്പോൾ അരയോളമായപ്പോൾ എനിക്ക് വീണ്ടും വെള്ളത്തെ നിയന്ത്രിക്കാൻ പറ്റും. और जब कमर तक आया मैं कंट्रोल कर सकता हूँ, വീണ്ടും പ്രവാചകനോട് പറഞ്ഞു നിർത്തരുത്. और अबे भविष्यवक्ता से बोला समाप्त नहीं करना, എനിക്ക് നിങ്ങളോട് പറയാൻ പറയാനുള്ള ദൂത് നിർത്തരുത്. मैं आपसे कहना चाहता हूँ समाप्त ना करो, നമ്മൾ തുടരുകയാണ്, और आगे बढ़ो, നമ്മൾ തുടങ്ങുകയാണ്. और आगे बढ़ो, ഇത് പുറപ്പാടിന്റെ സമയമാണ്, और आगे बढ़ने का समय है, ഇത് നിയോഗങ്ങളുടെ സമയമാണ്, युक्तिकरण का समय है, ഇത് പ്രാപിക്കുന്ന സമയമാണ്, पाने का समय है, പകർച്ചയുടെ സമയമാണ്. उंडलने का समय है। ഹല്ലേലൂയ. हालेलुया। അരയോളമായപ്പോൾ അവസാനിപ്പിച്ചില്ല, कमर तक आया तब समाप्त नहीं किया, അവസാനിപ്പിച്ചില്ല. समाप्त नहीं किया, ഒരു അന്യഭാഷ കൊണ്ട് അവസാനിപ്പിക്കരുത്, अन्य भाषा में बंद नहीं करना, ഒരു ചെറിയ ദൂത് കൊണ്ട് അവസാനിപ്പിക്കരുത്, छोटी एक वाणी से बंद नहीं ഒരു करना, ചെറിയ പ്രവചനം കൊണ്ട് അവസാനിപ്പിക്കരുത്, छोटी एक भविष्यवाणी से बंद नहीं करना, ഒരു രോഗി സൗഖ്യമായില്ലെങ്കിൽ നീ അവസാനിപ്പിക്കരുത്. एक व्यक्ति चंगा नहीं हुआ तो समाप्त नहीं करना, നീ പ്രാർത്ഥിച്ച ഒരു മരിച്ച വ്യക്തി എഴുന്നേറ്റില്ലെങ്കിൽ അവസാനിപ്പിക്കരുത്. प्रार्थना किया लेकिन मृत्यु नहीं जिया വീണ്ടും लेकिन പ്രാർത്ഥിക്കുക, समाप्त नहीं करना, प्रार्थना വീണ്ടും करो കൈവെക്കുക, और भी हाथ रखो ഉയർത്തെഴുന്നേൽക്കും വരെ, जब तक जिंदा हो जाएगा, സൗഖ്യമാകും വരെ जब तक चंगा नहीं होगा, നീ കൈവെക്കുക. और हाथ रखो। ഹല്ലേലൂയ. हालेलुया। വീണ്ടും വളർന്നു, और भी गया, വീണ്ടും വളർന്നു. और भी नापा, നീ അളക്കാൻ റെഡിയാണെങ്കിൽ വെള്ളം ഉണ്ട് കേട്ടോ. नापना तैयार है तो पानी है, കാല് പൊങ്ങി. और पाव वहां से उठ गए, ഇപ്പോൾ നരിയാണിയുടെ മുട്ടോളം അരയോളം ലെവൽ മാറി, और अभी पाव का और कमर का और अवस्था बदल गया, ശരീരം മുഴുവനും മുങ്ങി, और शरीर पूरा डूब गया, ശരീരം മുഴുവനും മുങ്ങി. शरीर पूरा डूब गया, ശരീരം സഭയാണ്, और शरीर कलीसिया है, തല മാത്രമേ വെളിയിൽ കാണാനുള്ളൂ. केवल सिर बाहर दिखता है, ബോഡി അടുത്ത ഉണർവിൽ ബോഡി കാണത്തില്ല. और आगे का जागृति में शरीर नहीं दिखेगा। ഈ ദൈവം അയക്കുന്ന മഹത്വത്തിൽ നിന്നെ മറയ്ക്കും. परमेश्वर भेजने वाला महत्व में आपको छिपाएगा, ഈ മഹത്വത്തിൽ നീ പുറത്തു വരത്തില്ല, और महत्व में हम बाहर नहीं ഈ आएगा, ഉണർവിൽ നീയല്ല പുറത്തു വരുന്നത്, वो जागृति में तुम बाहर नहीं आएगा, ഈ ഉണർവിൽ തല മാത്രം കാണും, केवल जागृति में सिर दिखाई ഈ देगा, ഉണർവിൽ തല മാത്രം കാണും. ये जागृति में केवल सिर। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। പിശാചിന് തല വേണം, शैतान को सिर चाहिए, പിശാചിന് തല വേണം, शैतान को सिर चाहिए, ഗോലിയാത്തിന് തല വേണം. गोलियत को सिर चाहिए। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ടാ ഒടുക്കത്തെ അഥവാ യേശു പറഞ്ഞത് മേളിൽ നിന്ന് താഴോട്ട് ചാടുമ്പോൾ മരുഭൂമിയിൽ ആ കല്ല് അവിടെ കിടപ്പുണ്ട്. ഈ കല്ലിൽ വന്ന് ഈ തല ക്രിസ്തുവിന്റെ തല തകരണം. കാരണം അല്ലെങ്കിൽ നാളെ ഇവൻ എന്റെ തല തകർക്കും. अंतिम आदम से इसलिए शैतान ने बोला ऊपर से नीचे कूदो, नीचे कूदेगा तो नीचे का पत्थर में ये सिर फूट जाएगा, ये सिर आज नहीं फूटेगा तो कल मेरा सिर को कुचलेगा। എന്റെ ദേവദാസന്മാരെ, രണ്ട് തലകൾ തമ്മിലുള്ള പോരാട്ടമാണ്. दो सिर के साथ एक लड़ाई, രണ്ട് തലകൾ തമ്മിലുള്ള പോരാട്ടം. दो सिर के बीच में लड़ाई। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ആരോ റെഡി? നിങ്ങൾ തയ്യാറാണോ? अब तैयार हो, നിങ്ങളൊന്ന് പ്രാപിക്കാൻ റെഡിയാണോ? पाने के लिए तैयार हो, നിങ്ങൾ റെഡിയാണോ? अब तैयार हो। നിങ്ങളുടെ മേൽ കർത്താവ് പകരാൻ പോവാ, परमेश्वर आपके ऊपर उंडालना നിങ്ങളെ चाहता है, നിറയ്ക്കാൻ പോവാ, आपको भरना चाहते हैं, നിങ്ങളുടെ മേൽ ഒഴുകാൻ പോവാ. आपसे बहना चाहते हैं। വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, जो विश्वास करना आपके अंदर से, വെളിയിൽ നിന്നല്ല. बाहर से नहीं। രണ്ട് കാര്യം മാത്രം മതി. दो बात, ഒന്ന് ദാഹം വേണം, वो और प्यासा होना है, രണ്ട് വന്ന് കുടിക്കണം, और आकर पीना है, പിന്നെ ഒഴുകിക്കോളും. बाद में तो बहेगा। നിങ്ങൾ മുന്നോട്ട് ചലിക്കാൻ റെഡിയാണെങ്കിൽ आगे बढ़ना तैयार है तो നിന്റെ നരിയാണി ഇനി ആരും കാണത്തില്ല, आपका पाँव कोई नहीं देखेगा, നിന്റെ മുട്ടിനെ ആരും കാണത്തില്ല, मुड़ने कोई नहीं देखेगा, നിന്റെ നഗ്നത ആരും കാണത്തില്ല, कमर कोई नहीं देखेगा, നിന്റെ ശരീരത്തിന്റെ ശൂന്യത ആരും കാണത്തില്ല. शरीर का कमजोरी कोई नहीं देखेगा, തല മാത്രമേ കാണത്തുള്ളൂ, केवल सिर। തല മാത്രമേ കാണത്തുള്ളൂ. केवल सिर। കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. हाथ उठाकर धन्यवाद करें। ഹല്ലേലൂയ. हालेलुया। കർത്താവിന്റെ കരം നിങ്ങളെ തൊടുകയാണ്.
परमेश्वर का हाथ आपको छू ഈ रहा है। സമയത്ത് രോഗികൾ സൗഖ്യമാകും. अभी बीमारी चंगा हो जाएगा, പരിശുദ്ധാത്മാ നിങ്ങൾ പ്രാപിക്കും. पवित्र आत्मा से आप पाएगा। ഇതുവരെ അഭിഷേകം ആത്മശക്തി പ്രാപിക്കാത്ത ദേവദാസന്മാർ കുറച്ച് മുൻപോട്ട് വന്നാട്ടെ. अभी तक कोई आत्मा का अभिषेक नहीं पाया, എനിക്ക് अब ഇതുവരെ आगे आ सकता है। എനിക്ക് ഇതുവരെ കൃപാവരങ്ങളില്ല. अभी तक मेरे पास वरदान नहीं है, എന്റെ ശുശ്രൂഷ ഒരു റിസൾട്ടും ഇല്ല. मेरा सेवकाई में किसी प्रकार का फलवंत नहीं होता है, ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നില്ല. आत्मा का छुटकारा नहीं ഒരു होता है, ശരീര സ്നാനം പോലും നടക്കുന്നില്ല. और किसी एक की भी बपतिस्मा नहीं होता ഒരു है, രോഗി സൗഖ്യമാവുന്നില്ല. एक भी व्यक्ति चंगा ही नहीं होता है। രോഗശാന്തിക്കുള്ള പ്രാർത്ഥന എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള മാത്രം പ്രാർത്ഥനയാണ്. केवल सेवक लोगों के लिए प्रार्थना है। പരിശുദ്ധാത്മാ നിങ്ങൾ നിറയ്ക്കാൻ പോകുകയാണ്. पवित्र आत्मा आपको भरना चाहते ഞാൻ हैं। അപ്പോസ്തലപ്രവൃത്തി പഠിച്ചപ്പോൾ प्रेरितों का काम जब मैंने पढ़ा, 4 രീതിയിലാണ് പകർച്ച. 4 प्रकार का उंडेल न पाए, 4 രീതിയിലാണ് പകർച്ച. 4 प्रकार। രണ്ടാം അധ്യായത്തിൽ दूसरे अध्याय में കാത്തിരുന്നവരണമേൽ जो कोई इंतजाम किया, കാത്തിരുന്നവരണമേൽ जो कोई इंतजार किया। നിങ്ങൾക്കറിയാം ഈ ശിഷ്യന്മാർ മൊത്തം ഗലീലക്കാരാണ്. जानते हैं सारे सेवक लोग गलीला का लोग ഈ हैं। ഗലീലക്കാർക്ക് ഒരിക്കലും യെരൂശലേമിൽ വന്ന് ഇരിക്കാൻ പറ്റത്തില്ല. गलीला का लोग यरूशलेम में ठहर नहीं सकता, കാരണം അവർക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. क्योंकि वहां पर सीमित है, അവിടുത്തെ സാഹചര്യം എല്ലാവർക്കും എതിരാണ്. वहां का परिस्थिति अलग है, അവിടുത്തെ സിസ്റ്റം ഒന്നും അവർക്ക് പരിചിതമല്ല. वहां का सिस्टम और व्यवस्था किसी को नहीं मालूम। കാരണം പഠിപ്പുള്ളവരും മതത്തിന്റെ ആൾക്കാരും പുരോഹിതന്മാരും ന്യായാധിപ സംഘവും ന്യായശാസ്ത്രന്മാരും ന്യായപ്രമാണത്തിന്റെ ശക്തി കേന്ദ്രമാണ് യെരൂശലേം. यरूशलेम मतलब हर प्रकार का व्यवस्था से, नियम से, पढ़ा लिखा से चलने वाला पुरोहित लोगों का जगह है। പക്ഷേ കർത്താവ് പരിചയപ്പെടുത്തിട്ട് പോയത് ഒരു മാളിക മുറിയായിരുന്നു. लेकिन यीशु मसीह उनको ठहरने के लिए बोल के गया एक ऊपर का कमरा। പരിശുദ്ധം എങ്ങനെ വരുമെന്ന് പറഞ്ഞില്ല. पवित्र आत्मा इस प्रकार आऊंगा करके नहीं बोला, എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞില്ല. और इस प्रकार होगा करके नहीं बोला, നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. और पहले का एक अनुभव नहीं, ചരിത്രത്തിൽ വായിച്ചു പഠിക്കാനൊന്നുമില്ല. इतिहास में और पढ़ने के लिए कुछ नहीं। പക്ഷെ ഒരു ചെറിയ വാക്യമേ ഉള്ളൂ. एक छोटा वचन, ലിസൺ കെയർഫുള്ളി. ध्यान से सुनिए। ഒരു ചെറിയ വാക്യം. एक छोटे वचन। മോശ ഇങ്ങനെ ആഗ്രഹിച്ചു. मूसा इस प्रकार आशा रखा, മോശയുടെ മേലെ ഉള്ളായിരുന്ന ആത്മാവ് കേട്ടോ. केवल मूसा के ऊपर आत्मा था, ദൈവം മോശയുടെ മേലുള്ള ആത്മാവിനെ 70 പേർക്ക് എടുത്തു കൊടുത്തു. और मूसा के अंदर से आत्मा को 70 लोगों का ऊपर दे दिया, 68 പേരും പ്രവചിച്ചു. और 68 लोग भी भविष्यवाणी दिया। രണ്ടുപേരെ കാണാനില്ല. 2 लोग गायब हो गया, അവരും പാളയത്തിന് പുറത്ത് പ്രവചിക്കുക. वो भी और वहां पर बाहर तो भविष्यवाणी बोल रहा था। നമുക്കും അങ്ങനെ യോശുവയുടെ ആത്മാവ് നമുക്കുണ്ട്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടാത്ത വേറെ ആരും എന്തെങ്കിലും ചെയ്താൽ ഉടനെ നമ്മൾ വെറുക്കും. और यूसुफ का आत्मा हमारे अंदर भी है, लेकिन सिस्टम के अनुसार हमारे अंदर से कोई नहीं बोलता है, हम खिलाफ खड़ा हो जाते हैं। നമുക്ക് ബൈബിൾ സ്കൂളിൽ നിന്ന് അപ്പച്ചൻ പറഞ്ഞത് മാത്രമേ അപ്പച്ചന്റെ നോട്ടിന് പുറത്ത് കർത്താവ് ചലിച്ചാൽ നമ്മൾ ഉടനെ എതിർക്കും. हम हमेशा जो पढ़ा लिखा जो उस नोट के आधार पर चलते हैं, उसका बाहर कुछ होते हैं तो तुरंत हम ना बोलता है। ഈ യോശുവ ഇത് പറഞ്ഞപ്പോൾ മോശ പറയുവോ, ഈ ജനമൊക്കെയും ഇവരെല്ലാം ആത്മാവിനെ പ്രാപിക്കുകയും പ്രവചിക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. जोशुआ जब ये कहा, ये किया, ये देखकर मूसा कहते हैं ये सारे लोग आत्मा को पाकर इस प्रकार भविष्यवाणी बोलेगा तो कितना अच्छा होगा। പ്രിയമുള്ളവരെ, മോശ ആഗ്രഹിച്ചെന്ന് मूसा को आशा रखा, എന്താഗ്രഹിച്ചു? क्या आशा रखा? ഈ ജനമൊക്കെയും ആത്മാവിനെ പ്രാപിച്ചെങ്കിൽ Yes, ഇവരൊക്കെ പ്രവാചകന്മാരും ആയെങ്കിൽ കൊള്ളാമായിരുന്നു മോശ ആഗ്രഹിച്ചു. मूसा इस प्रकार आशा रखा, ये सारे लोग आत्मा को पाते हुए भविष्यवाणी बोलेगा तो कितना अच्छा होगा। മോശ ആഗ്രഹിച്ച കാര്യം യോവേൽ പ്രവചിച്ചു. मूसा ने आशा रखा, योवेल के द्वारा भविष्यवाणी बोलेगी। ഇന്ന് പറക്കാലം ഞാനൊരു കർത്താവിന്റെ പ്രവാചകനാണ്. मैं परमेश्वर के एक भविष्यवक्ता ഇന്ന് പറക്കാലം പ്രവാചക അഭിഷേകത്തിന്റെ കൈമാറ്റം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. एक भविष्यवक्ता का अभिषेक का उंडेल न पाओ यहाँ എന്താണ് യോവേൽ പ്രവചിച്ചത്? योवेल के द्वारा क्या മോശ भविष्यवाणी ആഗ്രഹിച്ചു. मूसा आशा रखा, മോശ ആഗ്രഹിച്ചത് ഈ ദർശനവും വെളിപ്പാടും പ്രവചനവും ഈ ഭാഷാപരവും ആത്മാവൊക്കെ ഇവർക്ക് എല്ലാവർക്കും കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. मूसा इस प्रकार आशा रखा, इस प्रकार का अभिषेक भविष्यवाणी ये सारे लोग पाएगा तो कितना अच्छा होगा। മോശ ആഗ്രഹിച്ചത് യോവേൽ പ്രവചിച്ചു ഒരു കാലം വരും. मूसा आशा रखा, योवेल भविष्यवक्ता के द्वारा वाणी दी गई, एक समय आएगा। യോവേൽ ഈ പ്രവചന ഘടികാരം തിരിച്ചു. और योवेल इस भविष्यवाणी का जो क्लॉक को घड़ी को घुमा दिया ഈ है, പ്രവാചക ഈ ഘടികാരത്തെ ഈ ക്ലോക്കിനെ തിരിച്ചു. ये भविष्यवाणी का घड़ी को घुमा दिया। കണ്ണുകൊണ്ട് കണ്ടത് മൊത്തം തകർച്ചയുടെയും പരാജയത്തിന്റെയും തുള്ളന്റെയും വെട്ടിക്കിളിയുടെയും പുഴുവിന്റെയും വിട്ടിന്റെയും തകർന്ന കാലമാണ്. शारीरिक आंख से देखे हुए हर बात पराजित हो गया, नष्ट हो गया, खत्म हो गया हर एक बात। പക്ഷെ ഈ കാലം മാറും. लेकिन ये समय बदल जाएगा। ദൈവസഭയെ ഈ സീസൺ മാറും. कलीसिया इस सीजन इस ऋतु बदल जाएगी। ഇന്നത്തെ അവസ്ഥ മാറും. आज की अवस्था बदल जाएगा। ഒരു കാലം വരും. एक नया समय आएगा। പുത്രന്മാരും പുത്രിമാരും, पुत्र और पुत्री, നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും, दास और दासी, നിങ്ങളുടെ പിതാക്കന്മാരും പുത്രന്മാരും, पिता और बुढ़ा लोग, കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥ
അപ്പോസ്തലന്മാരെ എല്ലാവരും हर एक लोग, എല്ലാവരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. सारे लोगों के ऊपर मेरा आत्मा को उंडेलूंगा. പ്രവാചകന്മാർ എപ്പോഴും പ്രതീക്ഷകൾ നൽകും. और भविष्यवक्ता लोग हमेशा आशा रखकर खड़ा है. പ്രവാചകന്മാർ എപ്പോഴും ഭാവിയെ കുറിച്ച് നല്ലത് പറയും. और भविष्यवक्ता लोग हमेशा भविष्य के बारे में अच्छा बोलता है. പ്രവാചകന്മാർ കെടുത്തി കളയത്തില്ല. और भविष्यवक्ता हमेशा और उसका खत्म नहीं करता. തീ കെടുത്തത്തില്ല. वो बुझाता नहीं. കണ്ടത് തകർച്ചയാ. और वो हमेशा और टूटापन देखा. കണ്ടത് പരാജയമാ. हमेशा पराजित अवस्था को പക്ഷെ देखा. പറഞ്ഞത് വിടുതല. लेकिन जो बोला है പറഞ്ഞത് ജയമാ. छुटकारा और विजय പറഞ്ഞത് സഭയുടെ ഭാവിയാ. और कलीसिया का भविष्य बताया गया. മോശെ ആഗ്രഹിച്ചു. मूसा आशा रखा. യോവേൽ പ്രവചിച്ചു. जो योवेल भविष्यवाणी താണ്ട बोली. മാളിക മുറിയിൽ ഒരാൾ ഇറങ്ങി വരുവാ. जो ऊपर के कमरा से മാളിക മുറിയിൽ ഒരാൾ ഇറങ്ങി വരുവാ. ऊपर के कमरा से उतर ശീമോൻ कर പത്രോസ്. जो सीमोन पत्रोस പത്രോസ് വിളിച്ചു പറഞ്ഞു, पत्रोस चिल्लाकर कहा, ഇത് ഞങ്ങളുടെ തലമുറയിൽ സംഭവിച്ചു. ये हमारा पीढ़ी में हो गया. ഇത് ഞങ്ങളുടെ തലമുറയിൽ हमारा സംഭവിക്കുന്നു. पीढ़ी में हो चुका है. ഇതിപ്പോൾ സംഭവിക്കുകയാണ്. अभी हो रहा है. ഇത് വീഞ്ഞിന്റെ ലഹരിയല്ല. ये मत का नहीं, नशा नहीं, ഇത് അന്ത്യകാല ഉണർവിന്റെ ലഹരിയാണ്. अंधि का समय का जागृति है. നിങ്ങൾ ദയവായി മുൻപോട്ട് വന്നാട്ടെ. सारे लोग सामने आ ഇത് जाइए. കൊതിക്കുന്നവർ മുൻപോട്ട് വന്നാട്ടെ. जो प्यासा है बात सामने आ जाए. ദാഹമുള്ളവർ മുൻപോട്ട് വന്നാട്ടെ. ഈ പരിശുദ്ധാത്മാവിന് ദാഹമുള്ളവർ മുൻപോട്ട് വന്നാട്ടെ. जो पवित्र आत्मा में प्यासा है ഒന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാത്തിരുന്നവർ മേൽ വന്നു. प्रेरितों का काम दूसरा अध्याय जो इंतजाम करके बैठा वे लोग के ऊपर आ गया. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. हम पर समाप्त करना चाहते 8-ാം അധ്യായത്തിൽ 8वीं अध्याय में 8-ാം അധ്യായത്തിൽ 8वीं अध्याय में തന്റെ ശമര്യന് ദൈവവചനം കേട്ടു. और समरिया से परमेश्वर ने ശമര്യർ ദൈവവചനം കേട്ടു. समरिया परमेश्वर का वाणी सुनी. പക്ഷെ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ഫിലിപ്പോസിന്റെ ശുശ്രൂഷ ലഭിച്ചില്ല. लेकिन उनका फिलिपोस का सेवकाई में आत्मा को नहीं पाया. ദൈവദാസന്മാരെ കേട്ടോണം, ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ല. ध्यान से सुनिए, फिलिपोस का सेवकाई में और पवित्र आत्मा नहीं मिला. ഫിലിപ്പോസ് ശമര്യയിൽ ദൈവവചനം കൊണ്ടുപോയി. फिलिपोस समरिया में परमेश्वर का वचन लेकर गया. പക്ഷേ പത്രോസിനെ യോഹന്നാനെ ശമര്യയിലേക്ക് അയച്ചു. लेकिन पत्रोस और यूहन्ना को समरिया की ओर भेजा ഈ गया. രക്ഷിക്കപ്പെട്ട ജനത്തെ പത്രോസ് കണ്ടപ്പോൾ അവർക്ക് വേണ്ടി പത്രോസ് പ്രാർത്ഥിച്ച് കൈവച്ചു. ये जो मन फिराया लोगों को देखकर पत्रोस उनका प्रार्थना कर कर उनका सिर पर हाथ रखा. മാളിക മുറിയിൽ ആരുടെ കൈവച്ചില്ല. और ऊपर का कमरा में किसी का ऊपर हाथ नहीं മാളിക रखा. മുറിയിൽ ആരും കൈവച്ചില്ല. और ऊपर का कमरा में किसी ने सिर पर हाथ नहीं മാളിക रखा. മുറിയിൽ ആരും കൈവച്ചില്ല. और ऊपर का कमरा में किसी ने हाथ नहीं പക്ഷെ रखा. ശമര്യയിൽ കൈവച്ചു. लेकिन समरिया में हाथ ശമര്യയിൽ रखा. കൈവച്ചു. समरिया में हाथ रखा. ശമര്യയിൽ കൈവച്ചു. समरिया में हाथ रखा. ശമര്യയിൽ കൈവച്ചു. समरिया में हाथ रखा. അഭിഷേകത്തിൽ നിറഞ്ഞു. अभिषेक में भरपूर हो गया. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. सारे लोग पवित्र आत्मा में भरपूर हो गए. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. पवित्र आत्मा में ഹല്ലേലൂയ. हालेलुया. ഓരബ ശഖരബ ഓരബന ലഖരദര ശഖരദ ഓരബന അർദ്ധരജല കം ഓൺ ഗെറ്റ് റെഡി. ഇന്ന് മറക്കൽ നിങ്ങൾ പ്രാപിക്കാനുള്ള സമയമാണ്. सभी लोग अभी पाने का समय है. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. यीशु मसीह का नाम है. ഓ ജീസസ്. हालेलुया. ശമര്യ കഴിഞ്ഞു. समरिया चले गए. മാളിക മുറി കഴിഞ്ഞു. अब ऊपर का कमरा का समय हो गया. മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ മേൽ, और वहां पर जो ठहरे थे उनका ऊपर ശമര്യയിൽ കൈവച്ചവരുടെ മേൽ, समरिया में जिसका सिर पर हाथ रखा. ദാണ്ട പത്രോസ് ഇപ്പോൾ കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിൽക്കുക. पत्रोस अभी कुरनेलियुस का घर के अंदर. കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിൽക്കുക. कुरनेलियुस का घर के अंदर. കൊർന്നേലിയോസിന്റെ വീട്ടിൽ कुरनेलियुस का घर के अंदर വാചനം പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. വാചനം പറഞ്ഞ് കൺക്ലൂഷൻ എത്തുന്നതിന് മുമ്പേ പണ്ട് ആത്മാവ് വന്നതുപോലെ ഈ ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. कुरनेलियुस का घर के अंदर किसी का ऊपर हाथ नहीं रखा, प्रार्थना नहीं किया, जैसा वचन बोलकर समाप्त किया पहले का जैसा आत्मा वहां पर आ गया. Yes. ശഖരബ ഓ റബന ശബബ പ്രാപിച്ചോട്ടെ, പ്രാപിച്ചോട്ടെ, പ്രാപിച്ചോട്ടെ. ലഖരദന ഹശന ഓ റബ അൽഖദന ശബബ ശഖര റിബന. വരിണമ ശബ്ദ Yes. ബാബ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ജനത്തെ തൊടുന്നു. ആത്മാവ് പരിശുദ്ധാത്മാവ് ലോകത്തെ തൊടുന്നു. ചൂടാ ഹേ. പരിശുദ്ധാത്മാവ് തൊടുന്നു. പവിത്ര ആത്മാ പരിശുദ്ധാത്മാവ് ചൂടാ തൊടുന്നു. ഹേ. യേശുവിൻ നാമത്തിൽ, यीशु का नाम है. യേശുവിൻ നാമത്തിൽ, यीशु का नाम है. റുഷബബബബ. മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ മേൽ, മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ മേൽ ऊपर का कमरा में जो ठहर रहे थे वो लोगों के ऊपर ജീസസ്. സമരിയയിൽ കൈവച്ചവരുടെ മേൽ, समरिया में जिसका सिर पर हाथ रखा. കൊർന്നേലിയോസിന്റെ വീട്ടിൽ कुरनेलियुस के घर के अंदर ജാതികളുടെ സഭ ഉദ്ഘാടനം ചെയ്യുവാൻ ചെന്നപ്പോൾ जो जाति लोगों के बीच में പരിശുദ്ധന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. पवित्र आत्मा के लिए प्रार्थना नहीं किया. സ്നാനം നടന്നില്ല. बपतिस्मा नहीं हुआ. വലിയ പോയിന്റ്, സ്നാനം നടന്നില്ല. बपतिस्मा नहीं हुआ. കൊർന്നേലിയോസിന്റെ സ്നാനം നടന്നില്ല. वहां पर कुरनेलियुस का बपतिस्मा नहीं हुआ. വചനം പറഞ്ഞ്
जैसा वचन बोला അവസാനിപ്പിക്കുന്നതിന് മുമ്പേ समाप्त होने के पहले പത്രോസ് പറഞ്ഞു പണ്ട് ആദിയിൽ എന്ന പോലെ അവർ മേൽ എല്ലാം ആത്മാവ് വന്നു. पत्रोस कहता है पहले का जैसा सारे लोगों का ऊपर आत्मा वहां पर उतर कर आया. ഞാൻ പ്രിയ സജി പാസ്റ്ററിനെ प्यारे सजी पास्टर ഇനിയും ട്രാൻസ്ലേഷൻ വേണ്ട, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹിന്ദിയിൽ ദൈവദാസൻ കല്ലൂടി ചെയ്താൽ മതി. ദയവായി മുൻപോട്ട് വന്നാട്ടെ, സമയം മുൻപോട്ട് പോകും. ദയവായി മുൻപോട്ട് വന്നാട്ടെ. അവസാനത്തെ പോയിന്റ് അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായത്തിൽ प्रेरितों का काम 19 अध्याय में അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായത്തിൽ 19 अध्याय में प्रेरितों का काम എഫെസോസിൽ കുറച്ച് പേരെ പൗലോസ് കണ്ടു. यफसोस में वहां पर कई लोगों को देखा. പൗലോസ് കണ്ടു. पौलुस ने देखा. ആദ്യത്തെ ചോദ്യം, सबसे पहले सवाल എഫെസോസിൽ കണ്ട ആദ്യത്തെ ചോദ്യം, കണ്ടവരോട് ആദ്യത്തെ ചോദ്യം, यफसोस में देखे हुए लोगों से सबसे पहले सवाल ബാങ്ക് ബാലൻസ് അല്ല, बैंक खाता में कितना है करके नहीं, ബാങ്കിലെ ഡിപ്പോസിറ്റിന്റെ പൂജ്യങ്ങളല്ല, वहां पर कितना जीरो है करके नहीं, വീട്ടിൽ ആരൊക്കെ ഗൾഫിലും അമേരിക്കയിലും ഉണ്ടെന്നല്ല ചോദിച്ചത്, घर का संपत्ति के बारे में नहीं, എഫെസോസിലെ സഭയിലെ പണക്കാരൻ ആരെന്നല്ല ചോദിച്ചത്. यफसोस का कलीसिया में सबसे अमीर कौन है करके नहीं. പൗലോസിന്റെ ആദ്യത്തെ ചോദ്യം, पौलुस का सबसे प्रथम सवाल നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചോ? तुम विश्वास करने के बाद पवित्र आत्मा पाया है क्या. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? तुम विश्वास कर कर आप पवित्र आत्मा पाया है क्या. പൗലോസ് അവരുടെ മേൽ കൈവച്ചു. पौलुस वेलों का ऊपर हाथ रखा. ഇതുവരെ നടക്കാത്ത ഫിലിപ്പോസിന്റെയും പത്രോസിന്റെയും യോഹന്നാന്റെയും മാളികമുറിയിൽ സംഭവിക്കാത്ത ഒരു കാര്യം എഫെസോസിൽ സംഭവിച്ചു. അവർ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അന്യഭാഷകൾ സംസാരിച്ചു, എല്ലാവരും പ്രവചിച്ചു. पत्रोस यूहन्ना और सारे चेले लोगों से और शमरिया और अपर रूम में नहीं हुआ वैसा एक बहुत बड़ा बेदारी जिसका ऊपर हाथ रखा. सारे लोग भविष्यवाणी बोला, अन्य भाषा बोला, सारे लोग और पवित्र आत्मा में भर गया. എല്ലാവരും പ്രവചിച്ചു. सारे लोग भविष्यवाणी बोला. ഇവിടെ നിൽക്കുന്ന എല്ലാവരും പ്രവചിക്കാൻ പോകുകയാണ്. सारे लोग भविष्यवाणी बोलने जा എല്ലാവരും रहे ദൂത് പറയാൻ പോകുകയാണ്. सारे लोग वाणी बोलने जा रहे हैं. ശുശ്രൂഷ മാറാൻ പോകുകയാണ്. वो सेवकाई बदलने जा रहा है. വിശ്വാസികൾ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. विश्वास करने वाला ताली बजाकर കരങ്ങൾ തട്ടി